സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ വ്യൂവേഴ്സിന് അറിയാമല്ലോ, വിറ്റ്നസ് മിഷണറി എക്സ്പീരിയൻസ് ഉള്ള ദേവദാസന്മാരുടെ ജീവിതാനുഭവങ്ങൾ, ദൈവമക്കളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്ന ഒരു സെഷനാണ്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാർ, അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. പ്രത്യേകിച്ചും ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ്. ഛത്തീസ്ഗഡിൽ ബോൺ ആൻഡ് ബോട്ടപ്പാണ്, ഭിലായിൽ. അതുകൊണ്ട് തന്നെ വളരെ റയറായിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സെഷനിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ അനേക യൗവനക്കാർക്ക്, അനേക പ്രിയമുള്ളവർക്ക് ഒരു ബലമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കളും ഞങ്ങളോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കി കിടപ്പിക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ലെനിൻ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ തിരുമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് നിൻ്റെ മഹത്വം ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തിക്കാട്ടെ. അങ്ങനെ ചെയ്യാൻ നീ വിശ്വസ്തനാകിയാൽ സ്തോത്രം. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ അവിടുന്ന് സ്പർശിക്കണം, അനുഗ്രഹിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കണം. വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ മാനവും അവിടത്തേക്ക് തരുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഉറപ്പിച്ചതുപോലെ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ നിന്ന്, നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാമല്ലോ, ഛത്തീസ്ഗഡിൽ നിന്ന് ഒത്തിരി പെർസിക്യൂഷൻ്റെ വാർത്തയൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളുമായിട്ടൊക്കെ ഇവർക്കൊക്കെ ബന്ധമുണ്ട്. പ്രിയ ലെനിൻ പാസ്റ്ററെ വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. സോ ഹാപ്പി. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. പാസ്റ്ററുടെ സിസ്റ്ററുടെ സാക്ഷ്യം ഞങ്ങൾ കേട്ടിരുന്നു. സൂസൻ പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. അപ്പോൾ സിസ്റ്ററുടെ സാക്ഷ്യത്തിൽ പാസ്റ്ററുടെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഏറ്റവും ഫസ്റ്റ് ഞാൻ ഈ ടീമിക്ക് വേണ്ടി നന്ദി പറയുന്നു. ആസാദി ചാനലിനോട് ദൈവദാസനോടൊപ്പം ചേർന്ന് സംസാരിക്കാൻ ദൈവം ഇടയാക്കി. ഫസ്റ്റ് ഇച്ചിരി മലയാളത്തിൽ ഇച്ചിരി തെറ്റൊക്കെ സംഭവിക്കും, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജോയിൻ ചെയ്തപ്പോൾ ഇതൊരു ഹിന്ദി പ്രോഗ്രാം ആണെന്നാ പാസ്റ്റർ ആദ്യം ചിന്തിച്ചത് അല്ലേ? അതെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഓർത്ത് ഇത് ഹിന്ദി പ്രോഗ്രാമാ. പക്ഷേ ദേവദാസൻ സംസാരിച്ച പോലെ തന്നെ മലയാളത്തിൽ സംസാരിക്കാൻ. അപ്പൊ ഓക്കെ, നോ പ്രോബ്ലം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നമ്മുടെ ഹാർട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇനഫാണ്. കുഴപ്പമില്ല. പക്ഷെ മലയാളം പറഞ്ഞ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടല്ലയോ? മലയാളം പറഞ്ഞ ഒത്തിരി അബദ്ധം, ഇങ്ങനെ പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട്. കാരണം പണ്ട് ഞാൻ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്തു. അപ്പൊ ഒത്തിരി ചർച്ചുകളിലൊക്കെ ഇങ്ങനെ പോയി പ്രസംഗിച്ച് മലയാളത്തിൽ. അപ്പോൾ ഹിന്ദി എനിക്ക് മലയാളം എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, സംസാരിക്കാനൊക്കെ. അപ്പോൾ ട്രാൻസ്ലേറ്റും ചെയ്യും ഹിന്ദിയിൽ. പക്ഷേ കേരളത്തിലൊക്കെ പോയപ്പോ ഇങ്ങനെ ഞാനൊരു ഒരു സ്ഥലത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തു ബൈബിളിൽ ഒത്തിരി ഉപമാവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു അമ്മച്ചി വന്ന് ചോദിക്കാം, മോനെ ബൈബിളിൽ അപ്പം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, മീൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് യേശു, പക്ഷേ ഈ ഉപ്പുമാവ് കൊടുക്കുന്ന കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ കിടക്കുമല്ലേ. പറഞ്ഞു, അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ എക്സാമ്പിൾ ഇല്ലേ. ഓ, അത് ഉപമാവല്ല മോനെ, അത് ഉപമയാ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് സ്വാഭാവിക പാസ്റ്ററെ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരുടെയൊക്കെ ഒരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ മോനെ ഇടയ്ക്ക് കളിയാക്കും, അവനും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വാക്ക് തെറ്റിച്ച് പറയും. അത് പിന്നെ നമുക്കൊരു തമാശയാണ്. നമുക്ക് പിന്നെ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അവനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻസ് ആണത്. എന്തായാലും ഇന്നത്തെ സെഷനിൽ പാസ്റ്റർക്ക് നല്ല മലയാളം ദൈവം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നല്ലേ?
അതെ അതെ. പണ്ട് ഞാൻ ആക്ച്വലി സിനിമയിലൊക്കെ വില്ലനാകാൻ പോയ ആളാ. ഈ ഗാനമേള ട്രൂപ്പിൽ ഞാൻ അനൗൺസർ ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മിമിക്രി ചെയ്യുമായിരുന്നു. 10, 50, 60 ഹിന്ദി സിനിമ നടൻ നടിമാരുടെ ശബ്ദം എടുക്കുമായിരുന്നു. പിന്നെ എത്ര സിംഗേഴ്സ് ഉണ്ട് ഹിന്ദിയിൽ. ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ, ആശാ ഭോസ്ലെ, ആം, ഹേമന്ത് കുമാർ, ഇങ്ങനെ SP ബാലസുബ്രഹ്മണ്യം, എല്ലാത്തിന്റെ സ്വരത്തിൽ ഞാൻ പാടുമായിരുന്നു. അപ്പോ മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 96-ൽ അതെല്ലാം ഞാൻ നിർത്തി. ജീവിതത്തിലൊരു അപ്പൊ വലിയ വ്യത്യാസത്തിൻ്റെ കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനമൊക്കെ അനുഭവിച്ചല്ലേ? ലോകത്തിൻ്റെ ആ വേദികളൊക്കെ വിട്ടിട്ട് ഫുൾ ടൈം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി. നല്ലൊരു ട്രാൻസ്ലേറ്റർ ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി ജനിച്ചു വളർന്നതും മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്, പാസ്റ്റർ ജനിച്ചത് എവിടെയാ, പേരൻസ്, ജനിച്ച ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ആളുകൾക്കൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയാമെങ്കിൽ ഛത്തീസ്ഗഡ് ദുർഗ് ഡിസ്ട്രിക്റ്റിൽ ഭിലായുടെ അടുത്തൊരു നന്ദനി പറയുന്ന സ്ഥലത്തിലാണ്. അവിടെ ജനിച്ചു വളർന്ന് 1972-ലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ പാരൻസ് പറയാമെങ്കിൽ മമ്മി, പപ്പ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ജോലിയിലായിരുന്നു, ഒരു നല്ല പോസ്റ്റിലായിരുന്നു. അപ്പോൾ പപ്പ ജോലി ചെയ്യുന്ന സമയം മമ്മി ഹൗസ് വൈഫായിരുന്നു. ഞങ്ങൾ 7 മക്കളായി. അതിൽ ഫസ്റ്റ് ഒരു ചേച്ചി, പണ്ട് ഈ TV ചാനലിന്റെ കൂടെ അതിൻ്റെ സാക്ഷ്യം വന്നിട്ടുണ്ട്. ചേച്ചി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റർ. പിന്നെ ഞങ്ങൾ 5 സഹോദരന്മാർ. ഞങ്ങൾ പിന്നെ 4 സഹോദരന്മാരുണ്ട്. ടോട്ടൽ 7 പേര്. 5 സഹോദരൻ, 2 സഹോദരിമാർ. ഇങ്ങനെ ഞങ്ങളുടെ ഹിന്ദി മീഡിയമിലാണ് ഞങ്ങൾ പഠിച്ച് വളർന്ന. കാരണം മലയാളം ഞങ്ങൾ വീട്ടിലൊന്നും അത്രയും, പപ്പ മമ്മി മലയാളത്തിൽ സംസാരിക്കുമെങ്കിലും ഞങ്ങളത് മലയാളത്തിൽ മറുപടി കൊടുക്കത്തില്ലായിരുന്നു. അത് കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് മനസ്സിലായി. ചെറുപ്പത്തിൽ തന്നെ അത് മലയാളം ഞങ്ങൾ ശീലിച്ചായിരുന്നെങ്കിൽ നല്ലായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് ശബ്ദമില്ലായിരുന്നു. അപ്പോ എനിക്കൊരു 5-6 വയസ്സ് വരെ എൻ്റെ ശബ്ദം ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ ഡോക്ടറും എഴുതി വെച്ചായിരുന്നു സർട്ടിഫിക്കറ്റിൽ, അറിയാനൊക്കത്തില്ല ഇതിൻ്റെ ശബ്ദം വരുമോ ഇല്ലയോ, അത് ഇപ്പം പറയാനൊക്കത്തില്ല. അപ്പോൾ മമ്മി പപ്പ ഇങ്ങനെ ഇച്ചിരി വിഷമിക്കുമായിരുന്നു. എന്നാൽ 6 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ശബ്ദം വന്നു. പിന്നെ ആ ശബ്ദം ആർക്കും കേൾക്കാൻ അത്ര ഇഷ്ടം തോന്നത്തില്ലായിരുന്നു. പിന്നെ ദൈവം ആ ശബ്ദത്തെ പിന്നെ റിഫൈൻ ചെയ്ത് പിന്നെ ഒത്തിരി ശബ്ദങ്ങൾ എടുക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഗാനമേള ട്രിപ്പിൽ ഒക്കെ പോയി അനൗൺസറായി. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാനൊരു 11ാം ക്ലാസ് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ്സിൽ ഞാൻ ഈ ട്രിപ്പിൽ ചേർന്നു, ഗാനമേള ട്രിപ്പിൽ. ആ സമയം ഞങ്ങൾ ഇങ്ങനെ വളർന്നു വരുമായിരുന്നു. ഇപ്പോൾ പപ്പ 88-ൽ മരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കസ്ട്രയിലൊക്കെ കയറിയിട്ട് ആക്ച്വലി ഞാൻ കയറിയാ പറയാമെങ്കിൽ എൻ്റെ സഹോദരി അവിടെ പാടാൻ പോയായിരുന്നു. അതിൻ്റെ പാട്ട് നിർത്താൻ വേണ്ടിയാ ഞാൻ ഓർക്കസ്ട്രയിൽ കയറിയ. പക്ഷേ സംഭവിച്ച എന്താ പറയാമെങ്കിൽ എൻ്റെ ചേച്ചി അവിടെ നിന്ന് മാറി, പക്ഷെ ഞാൻ അതിലായിപ്പോയി. അപ്പൊ ഇങ്ങനെ ഗാനമേള ട്രിപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പാടുമ്പോൾ, അല്ലെങ്കിൽ ഈ ആങ്കറിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മിമിക്രി ചെയ്യുമ്പോൾ ജനം 1000-10,000 സന്തോഷിക്കുമായിരുന്നു. അത് നോക്കി എനിക്കും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഹൃദയത്തിൽ എവിടെ ഒരു സന്തോഷം കുറവുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാരെയും സന്തോഷിപ്പിക്കുക, നമുക്കൊരു സന്തോഷമില്ല. ഇങ്ങനെ യാത്ര ചെയ്ത് ഇപ്പൊ മിമിക്രി ഞാൻ ചെയ്ത് എല്ലാവരും എന്നോട് പറയും ഇന്ന സിനിമ നടന്റെ ശബ്ദം എടുക്കാൻ. അപ്പൊ ഞാൻ അതിന്റെ ശബ്ദം എടുക്കും, പ്രോഗ്രാം കൊടുക്കും. ഒരു 3 മണിക്കൂർ ഒറ്റയ്ക്ക് പ്രോഗ്രാം കൊടുക്കാനുള്ള കഴിവ് സ്റ്റേജിലുണ്ടായിരുന്നു ആ സമയം. അങ്ങനെ യാത്ര ചെയ്തപ്പോ 96-ൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഇത് വന്നു. അപ്പൊ ഞങ്ങള് പറയാമെങ്കിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലാ ജനിച്ച. അപ്പൊ ഇടയ്ക്ക് പാസ്റ്ററെ, പപ്പായും ഈ ഒരു പിന്നെ കലാഫീൽഡിനോടൊരു ബന്ധമുണ്ടായിരുന്നോ പപ്പായ്ക്കും?
പപ്പക്ക് പപ്പയുടെ അത്രയും ഞങ്ങൾക്കൊന്നുമില്ല. പപ്പയുടെ അത്രയും ഗുണം. പപ്പ എല്ലാം ചെയ്യുമായിരുന്നു. പാടുമായിരുന്നു, പപ്പ ട്രാൻസ്ലേറ്റും ചെയ്യുമായിരുന്നു, പപ്പ എല്ലാ ഇൻസ്ട്രുമെന്റ് വായിക്കും. തബലായി, ബെഞ്ചുമായി, ഹാർമോണിയമായി, എല്ലാ ഇൻസ്ട്രുമെന്റ്, ക്ലാസിക്കൽ പാട്ടും പാടും. പപ്പ നല്ല ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഈ സ്റ്റേജിലൊക്കെ ഒത്തിരി നാടകമൊക്കെ പപ്പ ചെയ്യുമായിരുന്നു. അവിടുത്തെ എല്ലാ ജനത്തെ കൂട്ടി പപ്പ സ്റ്റേജിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നാടകം ചെയ്ത് ചെയ്ത് വീട്ടിൽ തന്നെ സാധുന്റെ വേഷം ധരിച്ചു വന്ന് മമ്മിയോട് വിഷയം ചോദിച്ചു ഒരു വേഷം. മമ്മി അത് അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സ്റ്റേജിൽ അത് പ്രോഗ്രാം കണ്ടപ്പോ അയ്യോ ഈ സാധുവായിരുന്നല്ലോ വീട്ടിൽ വന്ന. പിന്നെ മനസ്സിലായ സ്വന്തം ഭർത്താവ് വന്ന് ഭാര്യയോട് വിഷ ചോദിക്കുക. ഈ വേഷം മാറി വീട്ടിൽ വന്ന് വിഷ ചോദിച്ചിട്ട് പോയി. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. പിന്നെ നല്ല നല്ല ഡ്രാമ ഒക്കെ പപ്പ ചെയ്യുമായിരുന്നു. സായിപ്പുമാർ വരും, സായിപ്പുമാരുടെ ട്രാൻസ്ലേറ്റും ചെയ്യും പപ്പ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല ഹിന്ദി സ്റ്റേജസാ അല്ലേ അവിടെ ഛത്തീസ്ഗഡിൽ തന്നെയുള്ള സ്റ്റേജസാ? അതെ അതെ, ഹിന്ദി. പിന്നെ പപ്പ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. എല്ലാവരുടെയും പടം ഉണ്ടാക്കും. നമ്മുടെ എത്ര ഈ നേതാക്കളുണ്ട് അവരുടെ എല്ലാം പടം ഉണ്ടാക്കി ഞങ്ങളുടെ സ്കൂളിലൊക്കെ കൊടുത്ത് അവിടെ തൂക്കി വെക്കും. പിന്നെ നല്ല ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഈ ലെനിൻ എന്നുള്ള പേര് ഇത് സ്വാഭാവികമായിട്ട് ഒരു റഷ്യയിലൊരു ലെനിനൊക്കെ ഉണ്ടല്ലോ. അപ്പം പപ്പായ്ക്കൊരു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് ഉള്ളോട്ട് കിട്ടിയ പേരാണോ? സെയിം. ആക്ച്വലി പപ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആയ കാരണം പപ്പ പേരിട്ട് ലെനിൻ, എൻ്റെ അനിയന്റെ പേര് സ്റ്റാലിൻ, ഇങ്ങനെയൊക്കെ പേരിട്ട്. അപ്പോൾ പപ്പയ്ക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. മതലബ് ലെനിനോട് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു പപ്പയ്ക്ക്. കാരണം ലെനിനും കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ലീഡറല്ലായിരുന്നു പണ്ട് റഷ്യ ഉള്ള. പിന്നെ പുള്ളിയുടെ സ്വഭാവം പിന്നെ പക്ഷെ ഈ പേരിനോട് എൻ്റെ പേരിട്ടെങ്കിലും പപ്പയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ എൻ്റെ മോൻ ഒരു വലിയ ആളാകണം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായ കാരണം ഇങ്ങനെ ഒരു പേരിട്ടായിരിക്കും, ഒരു വലിയ ആളാണ്. ഇങ്ങനെ പപ്പയുടെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, ഒരു വിധത്തില് ആ കാലഘട്ടത്തിലെ വലിയ പേരുകൾ, അവരാരാധിക്കുന്ന ആളുകളുടെ പേരുകൾ. അപ്പൊ ലെനിനും സ്റ്റാലിനും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആക്ച്വലി എന്റെ ചർച്ചിൽ ഇട്ട പേര്, ഞങ്ങൾ മർത്തമ ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന. മർത്തമ ചർച്ചിൽ മുഹമ്മദ് ഇസ്രായേലിന്റെ പേരിട്ട മാത്യു ആണ്. ശരി. പക്ഷെ ആ പേര് രംഗത്തിലൊന്നും വന്നില്ല. ഓക്കെ. ഒഫീഷ്യലി ലെനിൻ എന്നുള്ള പേരാ വീട്ടിൽ വിളിക്കുന്നതും അങ്ങനാണോ? വീട്ടിൽ വിളിക്കുന്നതും അങ്ങനാണോ? ലെനിൻ എന്നാണോ വീട്ടിൽ വിളിക്കുന്ന എല്ലാരും അറിയുന്ന ആ പേരിന്? ദൈവത്തിന്റെ സ്തോത്രം. എന്തായാലും ജീവിതാനുഭവങ്ങളെല്ലാം കേൾക്കണം. കാരണം ഹിന്ദി സിനിമാ നടന്മാരെയൊക്കെ അനുകരിച്ച് ഒക്കെ ജീവിച്ച ലെനിൻ ശാമുവേൽ ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മിഷണറി എക്സ്പീരിയൻസസ്, ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ പറയണം. ഇടയ്ക്ക് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട്, അതായത് എനിക്കറിയാം ഇപ്പം നമ്മുടെ ഛത്തീസ്ഗഡിലൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ചും ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളുടെയൊക്കെ ഒരു എപ്പിക് സെൻറ്റർ അല്ലേ? സോ യു ആർ സ്റ്റേയിങ് വെരി ക്ലോസ് ടു ദാറ്റ് ഏരിയ. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി ഇന്നത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഉള്ള എക്സ്പീരിയൻസ് എന്താണ്? അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൻ്റെ ഒരു സ്ഥിതി പേഴ്സണലി നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ മിനിസ്ട്രി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഛത്തീസ്ഗഡ് സ്ഥിതി പറയാമെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഞങ്ങൾക്ക് ചർച്ചിലിരുന്ന് ആരാധിക്കാൻ ഒക്കത്തില്ല, വീടുകളിൽ ഇരുന്ന് ആരാധിക്കാൻ ഒക്കത്തില്ല, ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പ്രാർത്ഥന വെക്കാൻ ഒക്കത്തില്ല, ഒരു പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 4-5 പേര് കൂടിയെങ്കിൽ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞങ്ങളായിരിക്കുന്നത്. പക്ഷെ അതിലും നമ്മൾ കർത്താവിനെ നോക്കി ഇറങ്ങി, അത് കാരണം നമ്മൾ അതിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചാണെങ്കിൽ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞിട്ട് മാറത്തില്ല. അപ്പോൾ ആ ദൈവം കൂടുണ്ട്. അത് കാരണം നമ്മുടെ മത്തായി സുവിശേഷത്തിലും നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 24-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ജബ് ജൈത്തൂൻ പഹാഡ് പർ ബൈഠാ താ
ഒലിമലയിൽ ഇരിക്കുന്ന സമയം ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, കർത്താവേ, നിന്റെ വരവും ലോക അവസാനത്തിന്റെ ലക്ഷണം എന്തോ ആയിരിക്കും? അപ്പോ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അലർട്ടായിരിക്കാൻ, സാവധാൻ രഹോ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാരണം ജാതി ജാതിയോട്, രാജ്യം രാജ്യമോട് ഇങ്ങനെ അവര് തമ്മിൽ എതിർക്കും. പക്ഷേ എന്റെ നാമം നിമിത്തം ജനം നിങ്ങളോട് എതിർക്കും. നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം കർത്താവ് പറയുന്നുണ്ട്, എന്റെ നാമം നിമിത്തം നിങ്ങളെ കൊന്നുകളയെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. സോ കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പൗലോസ് പറയുന്ന പോലെ, ജീവിതം മസിക്കല്ലേ, ജീവിക്കുന്ന ക്രിസ്തുക്ക് വേണ്ടി മരിക്കുന്ന എനിക്ക് ലാഭം. അപ്പൊ നമുക്ക് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ കൂടാണെങ്കിലും മരിക്കുമെങ്കിലും ക്രിസ്തുവിൽ അതും നമുക്ക് ലാഭം. ഇത് കാരണം ഞങ്ങൾ ഇങ്ങനത്തെ സംഭവം നോക്കി ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ദൈവത്തെ നന്ദി പറയുന്ന, കാരണം ദൈവം കർത്താവായ യേശു ക്രിസ്തു മുമ്പേ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സംഭവം ജീവിതത്തിൽ വരും. പാസ്റ്ററെ, ദൈവം നിങ്ങളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. പാസ്റ്റർ, ചെറിയ പ്രായം മുതലുള്ള എക്സ്പീരിയൻസസ് പറയാം, അനുഭവങ്ങൾ പറയാം കേട്ടോ. ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം യുവർ ഏർലി ചൈൽഡ്ഹുഡ്. പാസ്റ്ററുടെ ശബ്ദം ഇച്ചിരം കുറവാ, ഇച്ചിരം പാസ്റ്റർ ലൗഡ് പറയാമെങ്കിൽ. ശരി പാസ്റ്റർ, ഞാൻ പറഞ്ഞത് പാസ്റ്ററുടെ ഏർലി ചൈൽഡ്ഹുഡ് മുതലുള്ള കാര്യങ്ങൾ ഇനിയും പറയാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ ഇനിയും പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ പാസ്റ്റർ. ചെറുപ്പപ്രായത്തിൽ പറയാമെങ്കിൽ എനിക്ക് കൂട്ടുകെട്ടൊന്നും ഇല്ലായിരുന്നു, കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. മമ്മി പപ്പ ഉണ്ട്, വീട്ടിൽ സഹോദരന്മാരുണ്ടെങ്കിലും ഞങ്ങള് ജനിച്ച പറയാമെങ്കിൽ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച്, അത് കഴിഞ്ഞിട്ട് ചർച്ച്, ഞങ്ങളുടെ അവിടെ ചർച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു, മാസത്തിൽ ഒരു പ്രാവശ്യം നടക്കുമായിരുന്നു ചർച്ച്. അപ്പോ ഈ ചെറുപ്പം മുതൽ പപ്പ മമ്മിക്ക് ചർച്ചിൽ പോകുമെങ്കിലും നമ്മള് പോകാൻ ചുരുക്കമായിരുന്നു ഒത്തിരി. കാരണം മാസത്തിൽ ഒരു പ്രാവശ്യം ചർച്ച, അത് കാരണം ഈ ഒത്തിരി ചർച്ചിലൊന്നും പോകത്തില്ലായിരുന്നു, അതിന്റെ ആക്ടിവിറ്റീസിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ച പറയാമെങ്കിൽ എനിക്ക് കൂട്ടുകെട്ട് ഫ്രണ്ട്സ് പറയാമെങ്കിൽ കൊച്ചു കൊച്ചു പിള്ളേരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഞാൻ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അവരെൻ്റെ കൂടെ വരും. ഇങ്ങനെ എൻ്റെ മുന്നോട്ടുള്ള യാത്ര പോയി. മോശമുള്ള കൂട്ടുകെട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ 88 എൻ്റെ പപ്പയുടെ മരണം സംഭവിച്ചു. ആക്ച്വലി അതിൻ്റെ മുമ്പേ എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പോയി മ്യൂസിക് പഠിക്കണം. ഖൈറാഗഡ് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഈ ഖൈറാഗഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി എനിക്ക് മ്യൂസിക് പഠിക്കണം, ഒത്തിരി ക്ലാസിക്കൽ പഠിക്കണം, ഇൻസ്ട്രുമെന്റുകൾ പഠിക്കണം. അപ്പൊ എൻ്റെ പപ്പയോട് ഞാൻ പറഞ്ഞു, ഈ ആഗ്രഹമൊക്കെ പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, ഓക്കെ, നിന്നെ മോനെ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ 88 എന്നെ അവിടെ വിടാനായിരുന്നു പപ്പയുടെ മനസ്സ്. പക്ഷേ ആ വർഷം തന്നെ പപ്പ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി, പപ്പയുടെ മരണം സംഭവിച്ചു. അപ്പോ എനിക്ക് ഇത് ഭയങ്കര ഒരു ദുഃഖമായി. കാരണം എൻ്റെ പപ്പ എനിക്ക് പ്രോമിസ് ചെയ്ത്, പക്ഷെ പപ്പയ്ക്ക് ആ പ്രോമിസ് നിവർത്തിക്കാൻ ഒത്തില്ല. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ എന്തോ ചെയ്യും, എനിക്ക് മ്യൂസിക്കിന്റെ ഒരു കാര്യമൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു വലിയ ഭാരം, ഞാൻ ഒത്തിരി പേരെ ഇത് പഠിപ്പിക്കും, എനിക്കറിയത്തില്ലെങ്കിലും ഞാനിത് ഒത്തിരി പേരെ പഠിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പപ്പയുടെ മരണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കാത്തലിക് ചർച്ചിൽ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ അവരുടെ വീടുകളുണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ താമസമായപ്പോൾ ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ പോകാൻ തുടങ്ങി. അവിടെ അച്ഛന്മാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിൽ പാട്ടും അവിടുത്തെ എല്ലാ കാര്യത്തിലും അച്ഛന്മാരുടെ കൂടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് പിന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു ദിവസം എന്തോ ഒരു പ്രശ്നം നടന്നു. ആക്ച്വലി ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ. ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ ചോദിക്കാൻ പോയപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമായി. ആ സമയം റായ്പൂർ പറയുന്ന സ്ഥലത്തിൽ
എൻ്റെ എൻ്റെ ഒരു മാവനുണ്ട്, അതൊരു വർക്ക്ഷോപ്പ് നടത്തുന്നതായിരുന്നു. അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചു, നീ ഇങ്ങോട്ട് വാ. ഞാൻ റായ്പൂർ പോയി. അവിടെ ഞാൻ ഓട്ടോമൊബൈൽസിൽ വർക്ക്ഷോപ്പ് ഇൻചാർജായി, അവരുടെ ഓട്ടോമൊബൈൽസിൽ. അപ്പോൾ തന്നെ ഈ റേഡിയം, ഗ്ലോസൈൻ ബോർഡ്, ഇങ്ങനത്തെ വർക്കൊക്കെ ഞാൻ തുടങ്ങി. അപ്പോൾ ഈ വർക്ക് തുടങ്ങിയതിൻ്റെ കൂടെ ഞാൻ ഈ ചർച്ചിലൊന്നും പോകത്തില്ലായിരുന്നു, ഒരു ചർച്ചിലും ഒന്നും പോകാറില്ലായിരുന്നു. കാരണം ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനിപ്പിച്ചായിരുന്നു. കാരണം എനിക്ക് മറുപടി കിട്ടിയില്ല. അപ്പൊ ഞാൻ ചർച്ചിൽ പോകാതിരുന്നപ്പോൾ എൻ്റെ ഈ മാവൻ പറയുന്ന ആള്, മുതലാളി, അതെന്നെ ഒരു ചർച്ചിൽ കൊണ്ടുപോകാൻ തുടങ്ങി. അതിന്റെ മുമ്പ് എന്നോട് പുള്ളി സുശേഷം പറയും. അങ്ങനെ എന്നെ ഒരു ചർച്ചിൽ കൊണ്ടുപോയി. ചർച്ചിൽ ഞാൻ ചുമ്മാ അത് ഒരു റിതം വായിക്കാനാ പോയ, ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ച് പോകേണ്ട മുമ്പേ തന്നെ ഈ ചർച്ചിൽ ജസ്റ്റ് പോകുമായിരുന്നു. കാത്തലിക് ചർച്ചിൽ പോകുന്ന സമയം ഞാൻ ഈ ഗാനമേള ട്രിപ്പ് ജോയിൻ ചെയ്തായിരുന്നു, പറഞ്ഞില്ലേ. അപ്പോൾ ഗാനമേള ട്രിപ്പ് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട്സും ആകത്തില്ല, ആരും എന്നോട് സംസാരിക്കത്തില്ല, ആരും എൻ്റെ കൂടെ സഹകരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിന്റെ ചിന്തയായിരുന്നു. അത് കാരണം ഞാൻ ആരോടും സംസാരിക്കത്തില്ല, ഞാൻ എവിടെയും പോകത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ ഗാനമേള ട്രിപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ, ഞാൻ ഓർക്കസ്ട്രയിൽ അനൗൺസർ ആയപ്പോൾ, പിന്നെ അവിടെ നടന്ന സംഭവം പറയാമെങ്കിൽ, ഞാൻ നോക്കിയപ്പോൾ ഞാൻ മിമിക്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ശബ്ദം, ഞങ്ങളുടെ ടീമിൽ ഒരു പാട്ടുകാർ വന്നില്ലെങ്കിൽ അതിന്റെ ശബ്ദം മാറ്റി ഞാൻ പാടും. ഇപ്പൊ SP ബാലസുബ്രഹ്മണ്യം വന്നില്ലെങ്കിൽ അതിന്റെ ശബ്ദം ഞാൻ മാറ്റി. ഇപ്പൊ കിഷോർ കുമാർ വന്നില്ലെങ്കിൽ അതിന്റെ ശബ്ദം മാറ്റി പാടും. ലതാ മങ്കേഷ്കർ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഓർക്കസ്ട്രയുടെ ലതാ മങ്കേഷ്കർ, അപ്പൊ ഞാൻ ലതാ മങ്കേഷ്കറുടെ സ്വരത്തിൽ പാടും. ഇങ്ങനെ ചെയ്ത് അപ്പൊ എൻ്റെ ഗാനമേള ട്രിപ്പിൽ ഞാൻ മെയിൻ ആളായി. അപ്പൊ എൻ്റെ ഗാനമേള ട്രിപ്പ് ഉള്ള ഓർഗനൈസർ എന്നോട് എപ്പോഴും പറയും, എവിടെയെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയം മാത്രം എന്നെ ചോദിക്കും. അപ്പോൾ ഞാൻ വരുക പറയാമെങ്കിൽ ഓക്കെ, പ്രോഗ്രാം എടുക്കും. അങ്ങനെ എവിടെ ആരില്ല, ഇപ്പം ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ആളില്ലെങ്കിൽ അതിൽ കയറി ഞാൻ വായിക്കും. അപ്പൊ ഫുള്ളായിട്ട് ഒരു ഓർക്കസ്ട്രയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ തന്നെ ചർച്ചിൽ പോകും, കാത്തലിക് ചർച്ച് പോകും. പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരു എൻകൗണ്ടർ ആയില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അത്ര നന്നായിട്ട് ഞാൻ അറിഞ്ഞൊന്നുമില്ലായിരുന്നു. അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന എല്ലാവരെയും ഞാൻ സന്തോഷിപ്പിക്കുമ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇവര് സന്തോഷിപ്പിച്ച് കഴിയുമ്പോൾ ആ സന്തോഷം സ്റ്റേജ് വരെ ഉള്ളായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഇല്ലായിരുന്നു. എല്ലാം കാര്യം ചെയ്യും. അപ്പൊ എനിക്ക് സിനിമയിലൊക്കെ വില്ലനാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് 96 ഒരു ചാൻസ് കിട്ടി സിനിമയിൽ വില്ലനാകാൻ പോകാം. സോ അതിന്റെ മുമ്പേ ഞാൻ ഈ റായ്പൂർ പറയുന്ന സ്ഥലത്തിൽ അവിടെ എത്തി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ചർച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അവിടെ വെച്ച് ചർച്ചിൽ പോകുന്ന സമയം എൻ്റെ മാവനുണ്ട്, എൻ്റെ പേര് ഹനി ഗാർഡനർ ഹനി ഗാർഡനർ. അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ അതിൻ്റെ ബോസുമായിരുന്നു നമ്മുടെ ജോലി സ്ഥലത്തിൽ. ഇപ്പോൾ മുതലാളിയായിരുന്നു പുള്ളി, ഹനി മോട്ടോഴ്സ്. അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പോയി വർക്കും ചെയ്യുമായിരുന്നു. ചർച്ചിൽ പോയി, ചർച്ച് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉള്ളായിരുന്നു, അതായത് ഞാൻ ട്രിപ്പിൾ വായിക്കാൻ പോയ ചർച്ച്. പക്ഷെ ട്രിപ്പിൾ വായിക്കാൻ പോയപ്പോൾ അവിടെ പോയി, അപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് പറയുന്ന ഒരു ചർച്ചിലാണ് പോയി ഞാനിങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ പ്രവീൺ ലോറൻസ് പാസ്റ്റർ പറയുന്ന ഒരു ദൈവദാസന, അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം പ്രസംഗിച്ചു. ഞാൻ വാതിക്കയിൽ വന്ന് മുട്ടുന്നു, ആരെന്ത് ശബ്ദം കേട്ട് വാതിൽ തുറക്കും, ഇതിന്റെ കൂടെ ഞാൻ ചേർന്ന് അത്താരം കഴിക്കും. അപ്പോൾ ഈ വചനം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം എൻ്റെ പ്ലാൻ എന്താ, എനിക്ക് സിനിമയിൽ പോയി വില്ലനാകണം. കാരണം ബോംബെയിൽ സിനിമയിൽ വില്ലനാകാൻ വേണ്ടി ഒരു ചാൻസ് എനിക്ക് കിട്ടിയിരിക്കുക. ഈ ചാൻസ് കിട്ടിയ സമയം ആണ് എന്നോട് ഈ ദൈവം ഈ വചനത്തോട് സംസാരിക്കുക. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ ഇതുവരെ തുറന്നില്ലേ. ഇപ്പോ 96 സമയം ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തു. അങ്ങനെ ഞാൻ കർത്താവിൽ പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. IPCയിൽ പോയി സ്നാനപ്പെട്ട്, ചർച്ച് ഓഫ് ഗോഡിൽ മാനസാന്തരപ്പെട്ടു, IPCയിൽ പോയി സ്നാനപ്പെട്ടു, ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തു. അപ്പൊ ഞാൻ കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചു, കർത്താവേ, എന്നെ നീ വിളിച്ച അപ്പോ ഇത്രയൊക്കെ ഈ ടാലന്റ് എന്തിനാ തന്ന?
എനിക്ക് ഇത്രയും ശബ്ദം മാറ്റാനും പിന്നെ മെമിക്രി ഞാൻ ചെയ്യും, ഓരോരോ ശബ്ദം എല്ലാ ശബ്ദത്തിലും പാടും. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ്, നീ ഗാനമേള ട്രിപ്പ് നീ വിട്ടില്ലേ? അപ്പൊ 96 ഞാൻ ഗാനമേള ട്രിപ്പ് വിട്ട് കർത്താവിനെ സ്വീകരിച്ചപ്പോ അപ്പൊ ഞാൻ എന്തോ ചെയ്ത് ഒരു ക്രിസ്തീയ ഗാനമേള ഉണ്ടാക്കി. അത് സിനിമ പാട്ടല്ല, കർത്താവിനെ കുറിച്ചുള്ള പാട്ട് അതുണ്ടാക്കി. അത് ഞങ്ങൾ എല്ലാം കല്യാണത്തിലും എല്ലാ സ്ഥലത്തിലും പാടാൻ തുടങ്ങി. പിന്നെ കർത്താവ് എന്നോട് ഞാൻ പറഞ്ഞു, കർത്താവ് അപ്പൊ ഈ ശബ്ദം മാറ്റാൻ എന്തിനാ നീ എനിക്ക് ഈ ടാലന്റ് തന്ന? അപ്പൊ കർത്താവ് പറഞ്ഞ്, നീ ബൈബിൾ ഡ്രാമറ്റൈസ് ഉണ്ടാക്കാൻ. അപ്പൊ ലോകത്തിൽ ഏറ്റവും ഫസ്റ്റ് ഡ്രാമറ്റൈസ് ബൈബിൾ ഹിന്ദിയിൽ ഉണ്ടാക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അത് 99 സംഭവിച്ചത്. അപ്പൊ ഡ്രാമറ്റൈസ് ബൈബിൾ മീൻസ് ഓരോരോ ക്യാരക്ടർ വരുമ്പോൾ ഓരോരോ ശബ്ദം ഞാൻ മാറ്റും. जैसे इन बातों के पश्चात यीशु मसीह वहां पहुंचा, यूहन्ना बपतिस्मा देने वाले ने पुकार कर कहा, हे सांप के बच्चों, तुम्हें किसने जता दिया कि आने वाले क्रोध से भागो, सो मन फिराओ के योग्य फल लाओ, और अपने अपने मन में यह ना सोचो कि हमारा पिता इब्राहिम है। मैं तुमसे कहता हूं, परमेश्वर इन पत्थरों से इब्राहिम के लिए संतान उत्पन्न कर सकता है। अब कुल्हाड़ा पेड़ों की जड़ पर रखा है, और जो पेड़ अच्छा फल नहीं लाता वो काटा और आग में झोंका जाएगा। मैं तो तुम्हें पानी से मन फिराओ का बपतिस्मा देता हूं, परंतु मेरे बाद एक आने वाला है जो तुम्हें पवित्र आत्मा और आग से बपतिस्मा देगा। उसका सूप उसके हाथ पे है, वो अपना खलिहान अच्छी रीति से साफ करेगा और गेहूं को तो खत्ते में इकट्ठा करेगा, परंतु भूसी को उस आग में जलाएगा जो बुझने की नहीं। इतने में यीशु मसीह यूहन्ना के पास बपतिस्मा लेने को आया। यूहन्ना यह कहकर उसे रोकने लगा, हे प्रभु, मुझे तो तेरे हाथ से बपतिस्मा लेने की आवश्यकता है और तू मेरे पास आया है। यीशु ने उससे कहा, अब तो ऐसा ही होने, क्योंकि हमें इसी रीति से सारी धार्मिकता को पूरा करना उचित। और उसने तुरंत उसकी बात मान ली और आकाश खुल गया और परमेश्वर का आत्मा कबूतर की नाई उसके ऊपर उतरा और यह आकाशवाणी हुई, यह 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 मेरा मेरा प्रिय पुत्र है, पुत्र है, पुत्र है, इससे मैं अत्यंत प्रसन्न हूं, प्रसन्न हूं. അപ്പൊ ഇങ്ങനെ ഞാൻ ഡ്രാമറ്റൈസ് ഇത് ബൈബിൾ ഉണ്ടാക്കി. പാസ്റ്റർ, ഇത് ഓഡിയോ ചെയ്തതാണോ? ഓഡിയോ വീഡിയോ ആണോ? എങ്ങനെ ഇത് ഹൗ യു ഡിഡ് ഇറ്റ്? എങ്ങനെയാ അത് ചെയ്തത്? ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്ത്, ഞാൻ കർത്താവിനോട് ചോദിച്ചില്ലേ, കർത്താവേ, ഇത്രയും ശബ്ദം മാറ്റാൻ എനിക്ക് തന്നെ സിനിമാ നടന്മാരുടെ ഞാൻ ശബ്ദം എടുക്കും, അമിതാഭ് ബച്ചന്റെ എടുക്കും, പിന്നെ ഓം പ്രകാശിന്റെ എടുക്കും, ജഗ്ദീപിന്റെ എടുക്കും, ഈ എല്ലാവരുടെയും ശബ്ദം ഹിന്ദി സിനിമ നടന്മാരുടെ ശബ്ദം എടുക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇതെന്തിനാ എനിക്ക് നീ തന്ന? കാരണം ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് പിന്നെ ഇത് എന്റെ വേസ്റ്റ് ആയില്ലേ, ഇതൊക്കെ ടാലന്റ്. അപ്പൊ കർത്താവ് പറഞ്ഞ്, മോനെ, ഇത് നീ എന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ കർത്താവ് എനിക്ക് പറഞ്ഞു, നീ ഇത് ഡ്രാമറ്റൈസ് ബൈബിൾ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ കയ്യിൽ സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഉപവാസത്തിലായിരുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് ഐഡിയ നൽകാൻ തുടങ്ങി. അപ്പൊ അപ്പൊ ഞാൻ ചർച്ചിൽ പോയി. ആ ചർച്ച് ഓഫ് ഗോഡിൽ ഇരുന്ന് അവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. ഒരു ഫിലിപ്സിന്റെ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് അതിലൊരു കാസറ്റ് ഇട്ട്, ഓഡിയോ കാസറ്റ് ഇട്ട്, ഇത് 99 നടന്ന സംഭവം. അപ്പൊ ഒരു കാസറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാനൊരു കീബോർഡ് വെച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പതുക്കെ മ്യൂസിക് കൊടുത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ബൈബിൾ വായിക്കുക. വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം ഇല്ലാതെ അങ്ങനെ തന്നെ ഇത് ബൈബിൾ വായിക്കാൻ തുടങ്ങി. രാത്രി ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു. രാവിലെ ഞാൻ അവിടുത്തെ പാസ്റ്ററിനെ ഇത് കേൾപ്പിച്ചപ്പോ ആ പാസ്റ്റർ എന്നെ അപ്രിഷിയേറ്റ് ചെയ്തു, പറഞ്ഞു, ഗുഡ്, നല്ല, അപ്പൊ ഇത് ഇറക്കുക. ആ സമയം വരെ ലോകത്തിൽ ആരും ഇത് ഇറക്കിയില്ല. ഇങ്ങനത്തെ ഒരു ഡ്രാമറ്റൈസ് ബൈബിളിന്റെ ഐഡിയ പോലും എനിക്ക് വന്നോ ഇല്ല ആളുകൾക്ക്. പക്ഷെ കൃപയാൽ ദൈവം എനിക്ക് ഐഡിയ തന്നു. അങ്ങനെ ഇത് മൊത്തം ചെയ്തു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത്, ടീക്ക്, ഇനി ഇത് തുടർന്ന് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. ചർച്ചിന്റെ ആംപ്ലിഫയർ ഉണ്ട്, മൈക്കുണ്ട്, ഞാൻ പോകുന്ന ചർച്ച്. അപ്പൊ ഞാൻ ചെയ്ത പരിപാടി എന്താ, എന്റെ ഒരു കൂട്ടുകാരനെ ചെയ്തു. പുള്ളിയോട് ഞാൻ പറഞ്ഞ്, ബ്രദർ വാ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചാൽ മതി, ബാക്കി ഞാൻ വായിച്ചോളാം. ബൈബിൾ മൊത്തം ഡ്രാമറ്റൈസ് എങ്ങനെ എഴുതിയിട്ടുണ്ട് അതങ്ങനെ തന്നെ. കാരണം വിശ്വാസ് കേൾവി ദൈവത്തിന്റെ വചനത്താലാകുന്നു. വിശ്വാസ് സുന്നേ സേ ഓർ സുന്ന മസീഹ് കെ വചൻ സേ ഹോത്താ, ഹിന്ദിയിൽ റോമാലേഖനത്തിൽ പ്രകാരം പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ്, എത്രയോ പേർക്ക് ഈ വചനം വായിക്കാൻ അറിയത്തില്ല. അപ്പൊ അവർ കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരും. ഇതെന്നോട് പരിശുദ്ധാത്മ
അത് കാരണം നീ ഇതുണ്ടാക്കുക. ഇങ്ങനെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഓക്കെ, ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഓക്കെ കർത്താവെ, ഞാൻ ഇത് ചെയ്യും. എനിക്ക് അപ്പൊ ഞാൻ ഉപവാസത്തിലിരുന്നു. ഒരു ഫ്രണ്ടിനെ കൂട്ടി. ഈ ഫ്രണ്ടിനെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് വേണ്ടിയാ വെച്ച. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് വേണ്ടി വെച്ചപ്പോ ഈ പുള്ളി എൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിക്കുന്ന സമയം പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കുക, എനിക്ക് സൗത്ത് ആഫ്രിക്ക പോകാൻ. ഞാൻ എന്തോ ചെയ്തു, ഓക്കെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് സൗത്ത് ആഫ്രിക്കയുടെ പുള്ളിക്ക് വിസ വന്നു. അത് ഈ പണി വിട്ടിട്ട് അത് സൗത്ത് ആഫ്രിക്ക പോയി. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുന്ന ആളും പോയി, ഇനി ഞാൻ എന്തോ ചെയ്യണം? ഇങ്ങനെ തേടി നടന്നപ്പോ ഒരു വീട്ടിൽ ഒരു ദൈവദാസനുണ്ട്, നല്ല ഒരു ദൈവദാസൻ. അവിടെ ബിലായിൽ, നമ്മുടെ ബിലായിൽ തന്നെ ഉണ്ട് ഒരു ദൈവദാസൻ. അതിന്റെ പേര് ഷാലുറ്റിനാണ്. അതിന്റെ അനിയന്റെ പേര് ഷാലുറ്റിനൻ. നീലെ ആസുമാൻ. നീലെ ആസ്മാൻ കെ പാർ ജായെംഗെ. അതെ, സെയിം. അപ്പൊ ഈ ദൈവദാസന്റെ അവിടെ ഞാൻ പോയി. അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ പാട്ടിലൊക്കെ ഞങ്ങള് ഈ കല്യാണത്തിലൊക്കെ പാട്ട് പാടാൻ പോകുമ്പോൾ പുള്ളി കീബോർഡ് വായിക്കാൻ വരുന്ന അത് പറഞ്ഞ്, അതൊരു റെക്കോർഡിസ്റ്റുമാണ് അവരുടെ വീട്ടിൽ, അത് റെക്കോർഡ് ചെയ്തു. അപ്പൊ അത് പറഞ്ഞു, വാ എൻ്റെ കൂടെ ആ വീട്ടിൽ പോകാം. ഞങ്ങൾ അവിടെ പോയപ്പോ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ പുള്ളി കൊണ്ട് ഞാനും ഉണ്ട്, ഞങ്ങൾ റെക്കോർഡിങ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടുന്ന് 25 കിലോമീറ്റർ ദൂരം എൻ്റെ വീട്. ആ സമയം സംവിധാനം ഇല്ല, എങ്ങനെ വരണം ഇത്രയും ദൂരം വരെ. കാരണം ചിലപ്പോൾ ഞാൻ സൈക്കിളിൽ വരും 25 കിലോമീറ്റർ ദൂരം, ചിലപ്പോൾ ലോറിയിൽ ട്രക്കിലൊക്കെ കയറി വരും. അങ്ങനെ വന്ന് ഈ ഉപവാസത്തിൽ തന്നെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്തപ്പോൾ ഈ റെക്കോർഡിംഗ് ഒക്കെ നടന്ന് വോയിസ് റെക്കോർഡായി. ഇപ്പോ ഒരു 3.5 വർഷം കണ്ടിന്യൂ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു വലിയ സംഭവം നടന്നു. അപ്പൊ റെക്കോർഡിസ്റ്റ് എൻ്റെ ആ ഫ്രണ്ട് പിന്നെ റെക്കോർഡിങ് ചെയ്തപ്പോ അത് എന്നോട് പറയുക, ഇപ്പം ഈ നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനം കാണുന്നില്ല. നമ്മൾ കാണുന്നില്ല, അതെങ്ങനെ സംഭവിച്ചു? അപ്പോ പിന്നെയും പുള്ളി പറഞ്ഞു, നോക്കട്ടെ. എവിടെയോ പിന്നെ പുള്ളി അത് റെക്കോർഡ് ചെയ്ത് പറഞ്ഞ് ഇത് ഇന്നത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെയും ഞാൻ ഇരുന്നത് ചെയ്തു 1.5 വർഷം. അപ്പൊ ഇങ്ങനെ 5 വർഷം റെക്കോർഡ് ചെയ്തു. അത്രയും ദൂരം നിന്ന് വരിക, 40 ദിവസം, 25 കിലോമീറ്റർ ദൂരം, എല്ലാ സമയം ഉപവാസത്തിലായി ഇത് റെക്കോർഡ് ചെയ്ത. ഇത് റെക്കോർഡ് ചെയ്തപ്പോ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പോക്കും വരവിൽ. പക്ഷെ അവരുടെ വീട്ടിൽ ഇരുന്ന് ഇത് ഞാനും ആ ദേവദാസൻ കീബോർഡ് വായിക്കുന്ന സഹോദരൻ ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. അവസാനം ഇത് പിന്നെ 5 വർഷം കഴിഞ്ഞ് റെക്കോർഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇത് കമ്പ്യൂട്ടർ ഇവിടുന്ന് പോയി, അത് കാരണം അത് സാധനം കമ്പ്യൂട്ടറിലും പോയി. അങ്ങനെ ആയപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ധൈര്യം, ഇത് ഞാൻ പിന്നെയും ചെയ്യും, എത്ര കഷ്ടപ്പാട് വരട്ടെ, ഇതെന്നോട് കർത്താവ് ചെയ്യിപ്പിച്ച ഞാനിത് ചെയ്യും. അങ്ങനെ 2004 പാസ്റ്ററെ, ഈ 5 ഇയർ കൊണ്ട് ബൈബിളിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തായിരുന്നു? ഞാൻ ഈ 5 ഇയേഴ്സിൽ ചെയ്ത പറയാമെങ്കിൽ മത്തായി സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, പിന്നെ സദൃശവാക്യം, ഈ 3 സാധന ചെയ്ത. കാരണം ഇത്രയും ദൂരം നിന്ന് വരണ്ടോ. അപ്പൊ ഒരു വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലാതെ ചെയ്യണം. ഒത്തിരി റീടേക്ക് നടക്കും. അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ റീടേക്ക് ചെയ്ത് പിന്നെ ചെയ്യുക, പിന്നെ അതിന്റെ ഇത് ചെയ്ത് എഡിറ്റിങ്. അങ്ങനെ ഈ ഉള്ള സഹോദരൻ പിന്നെ എനിക്ക് പറഞ്ഞ ആ കമ്പ്യൂട്ടറിൽ പോയി. പിന്നെ ഞാൻ ആ മറ്റേ ദേവദാസനെ വിളിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാധനം പോയിട്ടുണ്ട്. പിന്നെ ഓക്കെ, എടുത്തോ. അങ്ങനെ എനിക്കത് CD-യിലായി കിട്ടി. CD-യിൽ കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അപ്പോൾ ഇത് ഒത്തിരി സ്ഥലത്തിൽ ഞാൻ ചെക്കിങ് ചെയ്തപ്പോ ഇത് തെറ്റായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, സോറി, ഇത് കിട്ടിയ കാസറ്റിൽ കിട്ടിയപ്പോ ആ സമയം ഇങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പെട്ടി പോലെ സാധനം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കാസറ്റിൽ ഇറക്കാമായിരുന്നു സാധനങ്ങൾ, ഓഡിയോ കാസറ്റ്. അപ്പൊ ഇതെനിക്ക് കിട്ടി കഴിഞ്ഞപ്പോഴും അതിൽ ബീച്ച് ഒത്തിരി തെറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു മലയാളി സ്റ്റുഡിയോയിൽ പോയി അതിന്റെ തെറ്റ് ഇച്ചിരി ക്ലിയർ ആക്കി. അത് കഴിഞ്ഞിട്ടും പിന്നെയും തെറ്റുണ്ട്.
അപ്പൊ അവസാനം ഞാൻ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി. ഈ ചെറിയൊരു സംഭവം, ഈ പെട്ടി 2 കാസറ്റ് റെക്കോർഡ് ചെയ്യുന്ന പെട്ടി ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കോപ്പി ചെയ്യുന്ന സമയം അത് അങ്ങനെ ആ സ്ഥലത്തിൽ പോസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് ആ സ്ഥലത്തിൽ റെക്കോർഡും ചെയ്ത് അങ്ങനെ ഏതേലും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. ഇത് ഞാൻ പഞ്ചാബ് കൊണ്ടുപോയി. പഞ്ചാബ് ലുധിയാനയിൽ AG ചർച്ച് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഇനി ഞാൻ ഓർത്ത് ഈ കാസറ്റ് ഞാൻ എങ്ങനെ ചെയ്യും, ഇത് ജനത്തിന്റെ അടുത്ത് എങ്ങനെ എത്തിക്കും. അപ്പൊ ഇത് 10ന്റെ ഒരു സെറ്റ് ഉണ്ടാക്കി. 10 ഓഡിയോ കാസറ്റിലായിരുന്നു ഇത് സംഭവം മൊത്തം. മത്തായി സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, സദൃശവാക്യം, ഇതെല്ലാം ഒരു 10 ഓഡിയോ കാസറ്റിലായിരുന്നു. 60 മിനിറ്റിലാണ് ഓഡിയോ കാസറ്റ്. ഞാൻ എന്തോ ചെയ്ത്, ഞാൻ ഓർത്ത് കർത്താവേ ഇത് ഇനി ഒരുമിച്ച് എങ്ങനെയാ വെക്കുന്ന. അപ്പൊ എനിക്കൊരു ഐഡിയ ദൈവം തന്നു, പരിശുദ്ധാത്മ ഒരു ഐഡിയ തന്നു. നോക്കിക്കോ, ഇത് 5 വർഷം ഇത് നീണ്ടി സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ബീച്ച് എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഇതിന്റെ ഫ്ലാപ്പ് ഉണ്ടാക്കി പ്ലെയർ കാസറ്റ് മുകളിൽ ഇടാൻ ഇങ്ങനെ പ്ലാൻ, രാവും പകലും എപ്പോഴും പ്ലാനാ. പിന്നെ ഈ പത്തനം ഇത് എങ്ങനെ ചെയ്യണം ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ എനിക്ക് ഐഡിയ തന്നു. ഒരു സൺപാക്ക് ഷീറ്റ് പറയുന്ന ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ ഇങ്ങനെ നമ്മുടെ അഡ്വർടൈസ് ഒക്കെ കാണത്തില്ലേ നമ്മള്, ആ അഡ്വർടൈസ് കാണുമ്പോൾ ഈ സൺപാക്ക് ഷീറ്റ് നമ്മൾ ഇങ്ങനെ അമക്കുമ്പോൾ അത് അമങ്ങി പോകും. ആ ഷീറ്റ് ഞാനത് വാങ്ങിക്കാൻ കടയിൽ തിരക്കാൻ പോയപ്പോൾ അത് ഒത്തിരി റേറ്റാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യും. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ കടയിൽ അത് ഈ സംഭവം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുക. അപ്പൊ ഞാൻ ഒരു സൈഡ് നോക്കിയപ്പോൾ നല്ല ക്ലിയറാണ്, പ്ലെയിനാ, ഒരു സൈഡ് എഴുതിയ. ഞാൻ ഉടനെ പോയി ആ സഹോദരനോട് ചോദിച്ചു, സഹോദരൻ ഈ സംഭവം എനിക്ക് വിൽക്കാമോ? അയ്യോ വിൽക്കാൻ എന്താ, പുള്ളി പറഞ്ഞു. ആ പെയിന്റർ ഇതിങ്ങനെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ അല്ല, ഇങ്ങനെ കൊണ്ടുപോകത്തില്ല, എന്തൊരു വില, നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് തന്നാൽ മതി. അപ്പൊ ഞാൻ പോക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു 50 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഈ 50 രൂപ പുള്ളിക്ക് കൊടുത്തിട്ട് ഇതെടുത്ത് ഇതുകൊണ്ടൊരു നല്ല ബോക്സ് ഉണ്ടാക്കി. ഇന്നും എൻ്റെ കയ്യിൽ ആ ബോക്സ് ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ആ ബോക്സ് തന്നെത്താൻ ഉണ്ടാക്കി ഡ്രോ ചെയ്ത് അതിൽ 10 ഓഡിയോ കാസറ്റ് വെച്ചപ്പോ എവിടോ എറിയാമെങ്കിൽ ഈ കാസറ്റ് പൊട്ടത്തില്ല. അങ്ങനെ കൃപയാൽ ഈ 10 കാസറ്റ് എടുത്തുകൊണ്ട് AG ചർച്ച്, നമ്മുടെ ഹൊഷിയാർപൂർ പറയുന്ന സ്ഥലമുണ്ട് പഞ്ചാബിൽ, അവിടെ പോയി AG ചർച്ചിൽ, ആ ചർച്ചിൽ പ്രാർത്ഥിച്ച് 100 കാസറ്റ് ഞാൻ ഉണ്ടാക്കി. 100 കാസറ്റ് കോപ്പി ചെയ്ത് ഡൽഹിയിൽ നിന്ന് കോപ്പി ചെയ്തപ്പോൾ 100 കാസറ്റ് അതാക്കി. 10 സെറ്റായി. ഈ സെറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ എന്തോ ചെയ്ത് ഇത് കൊണ്ടുപോയി അവിടെ പഞ്ചാബിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ഇത് നമുക്ക് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞ് ഇത് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അവരെന്നോട്, അവർക്ക് ചർച്ചുകാർക്ക് ദൈവം ദർശനം കൊടുത്ത് ഞാൻ വലിയ സമുദ്രത്തിൽ കയറി മുത്തുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ മുത്തുകൾ എടുക്കാൻ വേണ്ടി ചാക്ക് കൊടുക്കണം. അപ്പൊ ഇവര് എന്ത് പറഞ്ഞ് 4000 രൂപ എനിക്ക് തന്നു. അവര് പറഞ്ഞ് ഇതാ ഞങ്ങളുടെ ചാക്ക്, നിങ്ങൾക്ക് മുത്ത് ഇറക്കാൻ വേണ്ടി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ 4000 രൂപ എടുത്തോണ്ട് പിന്നെ ഞാൻ ഡൽഹി പോയി. ലാൽ കില്ലയുടെ അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടുന്ന് ഈ കോപ്പി ചെയ്തു. അവിടെ പോയി ഇത് 500 കാസറ്റാണ്. ഈ 500 കാസറ്റ് എടുത്തോണ്ട് ഞാൻ ലുധിയാന, ഈ നമ്മുടെ ഗാസിയാബാദ് സിമാപുരി ബോർഡർ ക്രോസ് ചെയ്ത് ഗാസിയാബാദിൽ എത്തിയപ്പോൾ അവിടെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു പാസ്റ്റർ ഇമാനുവൽ ജോഷയുടെ അവിടെ. അപ്പൊ റോഡിൽ ഇത് വെച്ചേക്കുക, ഈ കാസറ്റ് മൊത്തം തകർന്നു പോയി. അതിന്റെ മേളിൽ അവിടുന്ന് ഒരു ഓട്ടോ വന്ന്, ഞാൻ ഓട്ടോന്ന് ഇറങ്ങി വെച്ചപ്പോ അടുത്ത ഒരു ഓട്ടോ വന്നപ്പോ ഹോർൺ അടിച്ചപ്പോ ഈ ഓട്ടോ മുന്നോട്ട് പോയി. അവിടുന്ന് ഒരു കാർ വന്ന് ഇതിന്റെ മേളിൽ കയറി അതെല്ലാം നശിപ്പിച്ചു. ഈ റോഡിൽ ഇങ്ങനെ തകർന്ന് കിടക്കുമ്പോൾ ജനം ഇത് നോക്കി പോക്കറ്റിൽ ഇടുക, ഞാൻ ചിരിക്കുക. എല്ലാരും നോക്കുമ്പോ ഈ പുള്ളിയുടെ മുഖത്തിൽ സന്തോഷം. അപ്പൊ ഒരു വചനമുണ്ട്, ഈ മോഷ്ടിച്ച വെള്ളത്തിന് രുചിയുണ്ട്, മത്ലബ് ചോരിക്ക പാനി മീഠാ ലഗ്ത, ഹിന്ദിയിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. അപ്പൊ മോഷ്ടിക്കുന്ന വെള്ളത്തിന് രുചിയുണ്ട്. അപ്പൊ ഞാൻ പുഞ്ചിരി തന്ന് നിൽക്കുക, കാരണം എന്റെ ഇത്ര വലിയ നഷ്ടം വന്നില്ലേ.
പക്ഷെ ജനം എന്നെ നോക്കുക, ജനം ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ നല്ല പുഞ്ചിരി കൊടുത്ത് നിൽക്കുക. കാരണം ഇതിന്റെ പിന്നിൽ ഞാൻ ഒരു ലാഭം നോക്കും. കാരണം ഈ ഒരു കാസറ്റ് ഒരാൾക്ക് കൊടുക്കാൻ പോകുമ്പോൾ 100 ചോദ്യം ചോദിക്കും. പക്ഷെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോവുക. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് പ്രൈസ് ഉള്ളവർ. അപ്പൊ ആ കാര്യം എന്നെ ഒത്തിരി ഇത് ചെയ്ത് ജനം ഓടി വന്ന് ആ കാസറ്റൊക്കെ, ബാക്കി കാസറ്റൊക്കെ, അതായത് ഈ ആക്സിഡന്റ് ഉണ്ടായി കാസറ്റ് എല്ലാം ചെതറി വീണപ്പോൾ ആളുകൾ വന്ന് ഇത് എടുത്തോണ്ട് പോയി അല്ലേ? ആളുകൾ ഇത് കൊണ്ടുപോവാ. അതെ, അവർക്ക് അറിയത്തില്ലല്ലോ ഇത് ദൈവവചനമാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ക്യൂരിയോസിറ്റി അവർ നോക്കിയപ്പോൾ അപ്പൊ ആ സമയം ഒരു ഓഡിയോ കാസറ്റ് മേടിക്കുന്ന പറയുമെങ്കിൽ ഒരു 40 രൂപ ഒക്കെ കിട്ടുമായിരുന്നു. സോ ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണേ, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. അപ്പൊ റോമലേഖനം 28-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നുണ്ട്, 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. वो लोग परमेश्वर से प्रेम रखते हैं, अर्थात जो उसकी इच्छा के अनुसार बुलाए गए हैं, उनके लिए सब बातें मिलकर भलाई ही उत्पन्न करती. അപ്പൊ ഞാൻ ഇതിന്റെ പിന്നിൽ അതിന്റെ ഒരു നന്മ നോക്കുമായിരുന്നു. ഇതിന്റെ നഷ്ടമല്ലായിരുന്നു, ഇതെനിക്ക് ലാഭമായിരുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിന്റെ പ്ലാൻ പലവട്ടം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ അയ്യോ ഇതെനിക്ക് നഷ്ടമായല്ലോ ഇങ്ങനെ ഓർത്ത്. പക്ഷെ നമ്മുടെ എല്ലാ നഷ്ടത്തിന്റെ പിന്നിൽ ഒരു ലാഭമുണ്ട്, അത് നമുക്കറിയത്തില്ല. അത് ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ ഈ പ്ലാൻ എനിക്ക് മനസ്സിലായി. ഞാൻ കർത്താവിനെ ഒത്തിരി സന്തോഷിച്ച്. അപ്പോൾ ഈ എല്ലാവരും അവിടെ നിന്ന് ഒരു ചാക്ക് കൊണ്ടുവന്ന് കടക്കാരൊക്കെ അതിൽ ഈ കാസറ്റ് ഇട്ട് ഒരു റിക്ഷയിലേക്ക് ചാക്ക് വിട്ട് എന്നെ വിട്ട്. അപ്പൊ ഞാനിങ്ങനെ പോവുക. അപ്പൊ ഇന്ന് ആ സമയം ഈ കാറുകാരെ എല്ലാവരും പിടിച്ചു. കാറിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ പറഞ്ഞു, കാർ നിങ്ങൾ വിട്ടോ. ആളുകളോട് പറഞ്ഞു നിങ്ങൾ മാറും, ആ കാർ പോകട്ടെ. അപ്പൊ എല്ലാം എന്നെ നോക്കുക ഇങ്ങനെ, ഈ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാണ്. അപ്പൊ റിക്ഷാകാരൻ എന്നോട് ചോദിക്കുക, സാറേ ആ കാറുകാരൻ നിങ്ങൾ വിട്ടല്ലോ, നിങ്ങൾക്ക് ഇത്ര നഷ്ടമായിട്ട് നിങ്ങളുടെ മുഖത്തിൽ ഒരു ദുഃഖമില്ല, ഒരു സന്തോഷം തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു ഈ സന്തോഷം കർത്താവില, എൻ്റെ യേശു എനിക്ക് വേണ്ടി ആ സന്തോഷം നൽകിയിട്ടുണ്ട്. കാരണം ഫിലിപ്പി ലേഖനം 4:4 പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പില്ല, പ്രഭുമെ സദാ ആനന്ദിത് രഹോ. ഫിർ കേട്ടാ ആനന്ദിത് രഹോ. അപ്പൊ ഇങ്ങനെ ആ യാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തു. ആ കാസറ്റ് പിന്നെ ഞാൻ ഒത്തിരി സ്ഥലത്തിൽ കൊണ്ടുപോയി. ഞാൻ ബൈബിൾ സൊസൈറ്റിയുടെ ഡൽഹിയിലുള്ള സ്ഥലത്തിൽ കൊണ്ടുപോയി ഒത്തിരി മിനിസ്റ്റേഴ്സ്മാരെ ഇത് കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്യും, കൊടുക്കും. എനിക്കൊരു മീറ്റിംഗ് കിട്ടുമ്പോൾ അതിന്റെ പൈസ കൊണ്ട് ഇത് കോപ്പി ചെയ്യും, ആളുകൾക്ക് കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ പിന്നെ പതുക്കെന്ന് ഇത് ഞാൻ CD-യിൽ കൺവേർട്ട് ആക്കി. പണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ വിലായിൽ സെക്ടർ 6 പറയുന്ന സ്ഥലത്തിൽ ഓഡിയോ കാസറ്റ് CD-യിൽ കൺവേർട്ട് ആക്കി. അങ്ങനെ ഇത് CD-യിൽ കൺവേർട്ട് ആക്കി. CD-യുടെ സമയം വന്നപ്പോൾ CD ആയിട്ട് ജനത്തിന് കൊടുത്തു. CD മാറി, പിന്നെ അത് ചിപ്പിലായി. അപ്പൊ ഈ ഞാൻ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ പാടാൻ പോകും, വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകും, പ്രസംഗിക്കാൻ പോകും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ പാടാനും പോകെങ്കിലും പ്രസംഗിക്കാൻ പോകും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകെങ്കിലും മുമ്പേ ഇതിന്റെ മാസ്റ്റർ കോപ്പി കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കട തരാം, അവിടെ കൊണ്ടുപോയി ഇത് കോപ്പി ചെയ്യാൻ പോകും. കോപ്പി ചെയ്തിട്ട് അവരവിടെ വെക്കും. മീറ്റിംഗ് തീരുമ്പോൾ എൻ്റെ കയ്യിൽ ഏതൊരു ഒരു സ്വത്രാഴ്ച ഒരു നന്മ മീറ്റിംഗുകാർ എനിക്ക് തരുമ്പോൾ ഞാനത് കൊണ്ടുപോയി പെട്ടെന്ന് അത് ക്യാഷ് ആക്കും. ക്യാഷ് ആക്കിയിട്ട് ഈ ക്യാഷ് കൊണ്ടുപോയി അത് CD മേടിക്കും. മേടിച്ചിട്ട് അവിടെ വന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഫ്രീ ആയിട്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും പോകുന്ന സ്ഥലത്തിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ആയി. ലോകത്തിൽ മൊത്തം ഇത് പോയി. ഒരു സമയം ഒരു അച്ഛൻ പോവായിരുന്നു, വിദേശത്തിൽ പോവായിരുന്നു. അതിനും കുറെ CD കോപ്പി ചെയ്തിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോയി അവിടെ കൊടുത്തേ. പിന്നെ ഇത് ഒരു ഞങ്ങളുടെ അവിടെ ഈ ഒരു സഹോദരൻ ഇത് എന്നോട് കുറെ CD കൊണ്ടുപോയി. അത് പറഞ്ഞ് ഈ നക്സലൈറ്റ് ബെൽറ്റ് ഉണ്ട് ഛത്തീസ്ഗഡിൽ, അവിടെ കൊണ്ടുപോയി അത് ആ പുള്ളി കൊണ്ടുപോയി ആ സഹോദരൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കുറെ ദിവസം കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ആ സ്ഥലത്തിലൊക്കെ ഇത് കൊടുത്തായിരുന്നു. അപ്പൊ അവിടുന്ന് ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് വന്നു. പറഞ്ഞു വന്ന കാര്യം ഈ വചനം ജീവനമാണ്. അപ്പോ മനുഷ്യൻ ഈ ഇങ്ങനെ ഈ CD ഞാൻ ഒത്തിരി പേരെ കാണിച്ചു, ഒത്തിരി എന്നെ പ്രോത്സാഹിപ്പിച്ച്, ഒത്തിരി പേര് എന്നെ ഡിസ്കറേജും ചെയ്തു, ഒത്തിരി പേര് എൻകറേജ് ചെയ്തു, ഒത്തിരി പേര് ഡിസ്കറേജ് ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം അത് ആരും ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു.
അപ്പൊ എന്നോട് ദൈവം ചെയ്യിപ്പിച്ച കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ അവിടെ ആരും ചെയ്യാത്ത സാധനമൊക്കെ എന്നോട് ചെയ്യിപ്പിച്ചു. പണ്ട് ഈ ഫ്ലെക്സിൽ വചനം ആരും എടുത്തില്ലായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഞങ്ങളുടെ അവിടെ ആ വചനം ഫ്ലെക്സിൽ ഉണ്ടാക്കിയ ആൾ ഞാൻ. ദൈവം എന്നെ ഉപയോഗിച്ചു. ഈ റേഡിയം കൊണ്ട് ആരും വചനം എടുത്തിട്ടില്ലായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഞങ്ങളുടെ അവിടെ റേഡിയം കൊണ്ട് വചനം ഉണ്ടാക്കാൻ. പിന്നെ എല്ലാം വീട്ടിലും പോകുമ്പോൾ എൻ്റെ മൊത്തം മൈൻഡ് കർത്താവിടെ വേല, സുശേഷ വേല. ഒരാള് ജീവിതം പ്രാപിക്കണം, ഒരാൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ഇതായിരുന്നു ഉദ്ദേശ്യം. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുശേഷത്തിലും ഇങ്ങനെ യാത്ര ചെയ്തു ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് എന്നെ ഒരു വശം പിടിച്ച് റൂമിൽ ഈ വിരോധികൾ റൂമിൽ കയറ്റി എന്നെ പിടിക്കാൻ വേണ്ടി ഒരു റൂമിൽ അടച്ചു വെച്ച്. അപ്പൊ അവരെന്നോട് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമൊക്കെ പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ അവരോട് സംസാരിച്ചു. പരിശുദ്ധാത്മ എന്നോട് പറയുന്ന എല്ലാ കാര്യം അവരോട് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റിൽ അവർ സന്തോഷിച്ച് കൈ എനിക്ക് തന്നിട്ട് പുറത്തു വന്നു. ഒത്തിരി സ്റ്റേജുകളിൽ അടിക്കാൻ വന്നു. പക്ഷെ അവിടുന്ന് എല്ലാം ദൈവം പിടിപ്പിച്ചു. ആളുകളെല്ലാം മാറിപ്പോയി. സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആ സമയം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പാട്ട് പാടി തിരിച്ചു നോക്കുമ്പോൾ ആളുകളില്ല. വലിയ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു, എല്ലാം പാസ്റ്റർമാരുണ്ടായിരുന്നു, വലിയ വലിയ പാസ്റ്റർമാർ. പക്ഷെ ഇത് ആ സമയം ആരും കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. പക്ഷെ എൻ്റെ കൂടെ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അതെന്റെ പേരാ പരിശുദ്ധാത്മ. അതെനിക്ക് ഭയങ്കരം എന്നെ സഹായിച്ചു. ഇന്നും ആ പരിശുദ്ധാത്മ എന്നെ സഹായിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് എൻ്റെ ജീവിതം ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ജീവിതത്തിൽ ഒത്തിരി വന്നു. പക്ഷേ ക്രിസ്തുവിൽ വന്നപ്പോ ഈ കഷ്ടങ്ങൾ സാരമില്ല. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ മലയാളത്തിൽ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല. അപ്പോ നമുക്ക് കഷ്ടപ്പാട് സാരമില്ല, കണ്ണുനീര് സാരമില്ല. ക്രിസ്തുക്ക് വേണ്ടി എന്തോ സഹിക്കാൻ റെഡിയാ. അപ്പോൾ ഞങ്ങളുടെ വടക്കിന്ത്യയിൽ ദൈവദാസന്മാർ പോകാത്ത സ്ഥലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, അവിടെ പാടാൻ പോയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ജീവിതം പറയാനുള്ളത് ക്രിസ്തുക്ക് വേണ്ടിയാണ്. ഇത് കാര്യം ഞാൻ 96-ൽ മനസ്സിലാക്കിയപ്പോൾ. അപ്പൊ സിനിമയിൽ വില്ലനാകാൻ പോകാൻ ആഗ്രഹിച്ചായിരുന്നു. ഇപ്പോ ദൈവം എന്നെ ഇത്രത്തോളം ഒരു പാട്ടുണ്ടല്ലോ, ശാന്ത തുറമുഖം അടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു, അധികമില്ല യാത്ര അധികമില്ല. അപ്പോ യാത്ര നമ്മുടെ അധികമില്ല. പക്ഷേ ഈ ചുരുക്കം സമയത്തിൽ തന്നെ നമ്മളെ ഏൽപ്പിച്ച എന്തൊക്കെയുണ്ട് അത് നമ്മൾ ചെയ്യാം. ഞാൻ ഇതിന്റെ ബീച്ചിൽ ചർച്ച് മിനിസ്റ്റർ ചെയ്തു, പാട്ട് പാടാൻ പോയി, പ്രസംഗിക്കാൻ പോയി. ഇതെല്ലാം കാരണം ചർച്ച് മിനിസ്റ്ററിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ പരിശുദ്ധാത്മ എന്നോട് സംസാരിച്ച് ഒരു 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 ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഒരു യജമാനൻ പോകുന്ന സമയം എന്നിട്ട് ദാസന്മാരെ വിളിച്ചിട്ട് ഒരാൾക്ക് 1 ടാലന്റ്, ഒരാൾക്ക് 2 ടാലന്റ്, ഒരാൾക്ക് 5 ടാലന്റ് കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ എല്ലാവരോടും ചോദിച്ച്, ഞാൻ നിനക്ക് തന്ന ആ ടാലന്റ് എന്തോ ചെയ്തു? അപ്പോ 2 ഉള്ള ആൾ പറഞ്ഞു, യജമാനനെ ഞാൻ 2 ഇനി ഉണ്ടാക്കി. 5 ഉള്ള ആൾ പറഞ്ഞ് ഞാൻ 5 ഇനി ഉണ്ടാക്കി. അപ്പൊ അവർക്ക് നല്ല വിശ്വസ്തൻ ദാസ അതിന്റെ അവാർഡ് കിട്ടിയ. പക്ഷെ 1 ഉള്ള ആൾ എന്തോ ചെയ്ത് ഇത് കുഴിച്ചു വെച്ചു. അതിന് വേണ്ടി പറഞ്ഞ് ഈ ദുഷ്ടദാസന് എന്തോ പറഞ്ഞ് ദുഷ്ടദാസന്, അപ്പോ നീ എന്തിനാ ഇത് കുഴിച്ചു വെച്ച? അപ്പൊ പറയുക, എനിക്ക് അറിയാമായിരുന്നു യജമാനനെ, നീ എവിടെ വിതയ്ക്കത്തില്ല അവിടുന്ന് പോയി കാട്ട. അപ്പൊ യജമാനൻ പറയുക, നിനക്ക് ഇങ്ങനെ അറിയാമെങ്കിൽ നീ ഇത് ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു. ഞാൻ വരുമ്പോൾ അത് പലിശ കൂട്ടി അത് എടുക്കാമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. അത് കാരണം പറഞ്ഞ് ഇതിനെ കൊണ്ടുപോയി അന്ധേരി കോട്ടറിമിടാകും, ഇരുട്ടിലിടാകും, അവിടെ പല്ലുകടിയും ഇതൊക്കെ ഉണ്ട് പറഞ്ഞു. ജഹാൻ ദാദു കപീസ്ന റോന ഹോ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, അപ്പൊ ഞാൻ ഈ ചർച്ച് മിനിസ്ട്രി ആയിട്ട് മാത്രം ഇന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഈ വചനം എനിക്ക് ഓർമ്മ വന്നു. അയ്യോ, ഇത്രയും ടാലന്റ് കൊടുത്തിട്ട് ഞാൻ എന്തിനാ ചർച്ച് മിനിസ്ട്രി മാത്രം ചെയ്യുന്ന? അപ്പൊ കർത്താവ് എനിക്ക് പാടാൻ കഴിവ് തന്നിട്ടുണ്ട്. അപ്പൊ പാടാൻ ഞാൻ ഓൾ ഇന്ത്യയിൽ പോകും, ഓൾ വേൾഡിൽ പ്രസംഗിക്കാൻ. വേൾഡിൽ ഒരു പ്രാവശ്യം പോയുള്ളൂ. പ്രസംഗിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. ഈ പ്രസംഗിക്കാനും
എല്ലാ സ്ഥലത്തിലും ഇന്ത്യയിൽ പോകും. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ കേരളത്തിന്റെ എത്ര ഫേമസ് ദൈവദാസന്മാര്, അവർക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം എനിക്ക് കൃപ നൽകി. ദൈവത്തിന്റെ കൃപയാൽ പാസ്റ്റർമാര്, എത്ര ഫേമസ് പാസ്റ്റർമാര്, അതെല്ലാം പേര് ഞാൻ പറയുന്നില്ല, ചോദിക്കെങ്കിൽ പറയാം. പക്ഷെ എല്ലാം ദൈവദാസന്മാർ എനിക്ക് ഒന്നാ, വലിയ ചെറുതൊന്നുമില്ല. അപ്പോ അവരുടെ മലയാളം ഭാഷ ഹിന്ദിയിൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഡബിങ് ചെയ്യാനും, വോയിസ് ഓവറിന്റെ കാര്യവും ഇതും ചെയ്യാൻ, ഇതെല്ലാം ചെയ്ത് 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 ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുക. ഒത്തിരി ആഗ്രഹങ്ങൾ ഇനിയുണ്ട് എനിക്ക്. നമുക്ക് സ്വന്തം ഒരു സ്റ്റുഡിയോ ഇല്ലാത്ത കാരണം എനിക്ക് ഇത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ഒത്തില്ല. കാരണം അതിന്റെ ഇതാ, 2003 എന്റെ കല്യാണം നടന്നു. ഇതിൽ ഞാൻ വന്നപ്പോ ഇത് പറയുക, 2003 എന്റെ കല്യാണം നടന്നപ്പോൾ എന്റെ ഭാര്യ വന്നു. ഭാര്യ വന്നിട്ട് ചില പ്രശ്നമൊക്കെ വരുമ്പോൾ ചോദിക്കും, അച്ഛാ അച്ഛൻ ഒത്തിരി സമ്പാദിച്ചിട്ടുണ്ടല്ലോ, എവിടാ എല്ലാം? അപ്പൊ ഞാൻ എടുത്തൊരു CD കൊടുത്തു. അപ്പൊ എന്നോട് പറയുക, ടീക്കെ നാളെ പിള്ളേര് മമ്മി കഴിക്കാൻ വല്ലതും തരുമ്പോൾ ഞാൻ ഈ CD വിളമ്പി വെക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നീ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യ കേവൽ റോട്ടി സെ നഹി ഹരേ കുസ് വചൻ സെ ജീതാ ഹൈ ജോ പരമേശ്വർ കെ മുഖ് സെ നികൽതാ ഹൈ. നമ്മുടെ യജമാനം കർത്താവായ യേശു ക്രിസ്തു, അത് നമ്മൾ ഇങ്ങനെ വിടത്തില്ല, വഴിയിൽ വിടത്തില്ല. ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഈ വചനം ഇനിയും വേറെ വേറെ മോഡലിൽ ഇതാക്കാൻ. അപ്പോ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് സ്റ്റുഡിയോയിൽ. പക്ഷെ ഈ 5 വർഷം ഞാൻ അവിടെ പോയി ചെയ്ത അത് ഫ്രീയില ചെയ്ത, അവരുടെ വീട്ടിൽ. ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അത് കാരണം അത്രയും വചനം ഇഷ്ടംപോലെ ജനത്തിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. പഞ്ചാബിൽ ഒരു സഹോദരി ആരെയും ക്ഷമിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം ഈ വചനം കേട്ടപ്പോ അവിടെ ഈ വചനം ഇങ്ങനെ പറയുമായിരുന്നു, യദി തും ദൂസറോं की अपराध करोगे तो स्वर्गीय पिता तुम्हारी भी अपराध क्षमा करेगा. അപ്പൊ യേശു പറയുക, യദി നിങ്ങൾ വേറെ ആളുകളുടെ പാപത്തെ ക്ഷമിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. ഈ വചന സഹോദരി കേട്ടപ്പോ അതിന് ഇങ്ങനെ തോന്നി, യേശു ഇറങ്ങി സംസാരിക്കും. അപ്പൊ ഇതിന്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ മൊത്തം ഓൾ ഇന്ത്യ ലോകത്തിന് എനിക്ക് കേൾക്കാൻ ഇടയായി ഈ വചനം ഉണ്ടാക്കിയപ്പോൾ. പക്ഷെ ഞാൻ ഇത് 1-2 ദൈവദാസന്മാരുടെ അടുത്ത് ഇത് കൊണ്ടുപോയി എൻ്റെ ആശയങ്ങൾ പറഞ്ഞ് ഒത്തിരി പേര് വിമർശിച്ച്, ഒത്തിരി പേർ പറഞ്ഞ് ഇത് ചെയ്യണ്ട, കാരണം ഇത് കോപ്പിറൈറ്റാ. എന്തോ ചെയ്യണ്ട, ഇത് കോപ്പിറൈറ്റ്. ഞാൻ പറഞ്ഞു, സ്വർഗം കോപ്പിറൈറ്റ് ആക്കി ഇറക്കിയില്ല വചനം, പിന്നെ നമ്മളാ ഇത് കോപ്പിറൈറ്റ് ആക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ടീക്കെ, അപ്പൊ ഞാനിത് ഇറക്കുന്നില്ല. പക്ഷേ പിന്നെയും ഇറക്കി, കാരണം സ്വർഗമായി തന്നു, വചനം തന്ന സ്വർഗമായി. പതുക്കെ പതുക്കെ ഇത് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തിലും ഭാഗത്തിലും ചിപ്പിലും ഇങ്ങനെയൊക്കെ പോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ സ്റ്റുഡിയോ സ്വന്തമില്ലാത്ത കാരണം അത് സ്റ്റുഡിയോ പോകുമ്പോൾ ഒത്തിരി റേറ്റുകൾ. ഇത് കാരണം നമ്മൾ അതിൽ പിന്നെ മുന്നോട്ട് യാത്ര ചെയ്തിട്ടില്ല. കാരണം പിന്നെ ഭാര്യവുമായി കൃപയാൽ 2 ആമ്പിള്ളേർ ദൈവം തന്നിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ ഈ വർക്ക് ഇച്ചിരി നിന്നുപോയി, പറയാമെങ്കിൽ നിന്നുപോയി. മൊത്തം നിന്നില്ല, ഈ വർക്ക് ഇനിയും ചെയ്യാനുള്ള ആഗ്രഹം അത് നിന്നു. പക്ഷെ ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കാരണം പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുക. മൂത്തവൻ പഠിച്ചിപ്പം ഗ്രാജുവേറ്റായി, ഒരു ചെറിയ ജോലിയിൽ അതിപ്പം കയറിയിട്ടുണ്ട്. പക്ഷെ ഇനിയും പുള്ളി ജോലിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങി. വൈഫുമുണ്ട്, ഇളയ മോനും പഠിച്ചുകൊണ്ടിരിക്കുക, വൈഫും ഒരു ജോലിക്ക്. ഇനിയും എനിക്ക് ഒത്തിരി സമയങ്ങളുണ്ട്. ഈ കർത്താവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സമയത്തിൽ ഇതെല്ലാം ചെയ്യാൻ ഒരു പരിശുദ്ധാത്മീയ ദിവസം എനിക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഡെയിലി എനിക്ക് എന്താ പറയുന്ന യുദ്ധമുണ്ട്. നമ്മുടെ യുദ്ധം പറയുന്നത് മനുഷ്യനോടല്ലല്ലോ, നമ്മുടെ യുദ്ധം പറയുമെങ്കിൽ പിശാചിനോടാണ്. അപ്പോ ഹമാരയും മല്ല് യുദ്ധം മാൻസ് ഓർ ലഹു സെ നഹീ, ഇങ്ങനെ വചനം പറയുന്നുണ്ട്. അപ്പോ അത് കാരണം എപ്പോഴും ഇപ്പം തന്നെ ഇന്ന് തന്നെ ഈ റെക്കോർഡിംഗ് തന്നെ വരാൻ, അല്ലെങ്കിൽ കാരണം ഞങ്ങളുടെ അവിടെ നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ ഞാൻ ഇവിടോട്ട് നെറ്റ്വർക്കിൽ ഇരുന്നിപ്പം സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ വഴിയിൽ ഒത്തിരി തടസ്സമായിരുന്നു. ആക്ച്വലി 10:30 മണിക്ക് ഇരിക്കാൻ വേണം,
പക്ഷേ ഇങ്ങനെ തടസ്സത്തിന്റെ കാരണം ഈ 11 മണിയാ പറഞ്ഞത്. ഓ, ദൈവം ഇനിയും ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ദൈവവേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രതികൂലങ്ങളുണ്ട്. നമുക്ക് പ്രതികൂലങ്ങൾ എണ്ണാനല്ല, എന്തോ ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാട് എണ്ണാനല്ല, പക്ഷെ അതിനോടപ്പുറമായി ക്രിസ്തുക്ക് വേണ്ടി, ഒരാളിനെ നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാനൊക്കെ അത് നമ്മൾ ചെയ്യും. അപ്പൊ ഈ കിട്ടിയ ടാലന്റുകളിൽ എല്ലാവർക്കും എല്ലാ ടാലന്റ് ഇല്ല. എല്ലാവർക്കും ഈ പ്രസംഗിക്കാനൊക്കത്തില്ല, എല്ലാവർക്കും പാടാനൊക്കത്തില്ല. അപ്പൊ ചിലരുടെ കയ്യിൽ കർത്താവ് ഒത്തിരി പണം തന്ന. ഇപ്പൊ ഈ ചാനൽ തന്നെ നടത്തണമെങ്കിൽ, നമ്മുടെ ആജാദി ചാനലിന് വേണ്ടി ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ ഈ ആജാദി ചാനലിന്റെ മുഖാന്തരം പോകുന്നുണ്ട്. പക്ഷെ ഈ ചാനൽ തന്നെ നടത്താൻ വേണ്ടി ഇഷ്ടംപോലെ പണത്തിന്റെ ആവശ്യമുണ്ട്. അത് ഈ കാണുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതിനുവേണ്ടി പണം വേണം, അതിനുവേണ്ടി ആളുകൾ വേണം, അതിനുവേണ്ടി ഇക്വിപ്മെന്റ്സ് വേണം. ഇതെല്ലാം ഇതിന്റെ പിന്നിൽ അങ്ങനെ ഓരോരോ പ്രവർത്തനം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഇത് ഓരോരോ അത് എല്ലാത്തിനും പണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ചിലർ പേർക്ക് ദൈവം തന്ന ടാലന്റ് അവരുടെ പണമാണ്. ചിലർ പേർക്ക് പണമില്ല, പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാനും അത് അവരുടെ ടാലന്റാണ്. അപ്പൊ അവർ പ്രാർത്ഥിച്ച് ഈ കാര്യത്തിൽ സഹായിക്കാനും, ചിലര് പണം തന്ന് സഹായിക്കാനോ, ചില പേര് പ്രാർത്ഥിച്ച് സഹായിക്കാനൊക്കെ, ചിലർ പേര് പാടാൻ അറിയാമെങ്കിൽ പാടിച്ച് സഹായിക്കും. അപ്പൊ ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് എന്തോ ടാലന്റ് ദൈവം തന്നു, അതിൽ മുന്നോട്ട് പോകാം. ഇത് ഞാൻ മനസ്സിലാക്കിയ കാരണം ഞാൻ സിനിമയിൽ വില്ലനാകാൻ പോകുന്ന സമയം ഈ ഇഷ്ടംപോലെ എനിക്ക് ഈ പൈസ പണം വരുന്ന സമയം ഞാൻ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പേ നന്നായിട്ട് പൈസ വരുന്ന, ഞാൻ ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് ഇൻചാർജ്, അപ്പോൾ തന്നെ ഈ ബസ്സിന്റെ ഡിസൈനിങ് ചെയ്ത് കൊടുക്കും, റേഡിയം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന സമയം നല്ല പൈസ വരുമാനമുള്ള സമയം. അപ്പോ ഇങ്ങനത്തെ ഒരു ഓഫർ അല്ലെങ്കിൽ ഡബിങ് ചെയ്യാൻ പോകുമെങ്കിൽ ഒത്തിരി പൈസ കിട്ടുന്ന സമയം. പക്ഷെ ആ സമയം കർത്താവ് വിളിച്ചു. ഇന്ന് വിളിച്ചെങ്കിൽ ഇത് വിശ്വാസത്താൽ യാത്രയാണ്. പക്ഷെ ഈ വിശ്വാസയിൽ മനുഷ്യന് വിട്ട് യേശു വിട്ടില്ല. ഈ വിശ്വാസ ജീവിതത്തിൽ യേശു വാക്ക് പറഞ്ഞിട്ട് മാറാത്തവൻ. മനുഷ്യൻ നമ്മളെ ഒരു പ്രാവശ്യം സഹായിക്കും, 2 പ്രാവശ്യം സഹായിക്കും. നമ്മുടെ കഷ്ടപ്പാട് നോക്കിയ ആളുകൾ മാറി. പക്ഷേ ദൈവം അതൊരു നാളും മാറും. വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാ. പെറ്റ അമ്മ മറന്നുപോകും പിള്ളേരെ, പക്ഷേ ഈ ദൈവം ഒരു നാളും മറക്കത്തില്ല. ഇത്ര നല്ല ദൈവത്തെ വിട്ട് എവിടെ പോകാനാ? യേശു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി വന്നു. ഈ രക്ഷ ഞാൻ അറിയത്തില്ല. ഞാൻ ലോകത്തിൽ നടന്നപ്പോ ഈ രക്ഷ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി. അതാ 96-ൽ മനസ്സിലാക്കി. ആ ദിവസം ഇന്ന് മുതൽ കർത്താവിടെ കൂടി യാത്ര ചെയ്തു. അപ്പൊ എന്റെ ആഗ്രഹമാണ്, എന്നെ കേൾക്കുന്ന ജനത്തോട് എനിക്ക് പറയാനുണ്ട്, യേശുവിനെ വിടരുത്. പണം വരും പോവും, സൗന്ദര്യം വരും പോവും, പക്ഷേ യേശു നമ്മുടെ കൂടെ പോകുകയായിരിക്കും. അതാണ് നമ്മുടെ മെയിൻ കാര്യം. നമുക്ക് എല്ലാ രീതിയിലും ദൈവം നമ്മളെ സഹായിക്കും. അത് എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല സമയം എത്ര അതിന് അനുവദിക്കുന്ന. അപ്പോ അതിനായി മലയാളം എൻ്റെ അത്ര സ്പീഡും അല്ല, പക്ഷെ ദൈവം എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പം ദേവദാസന് എൻ്റെ മലയാളം ഒക്കെ ഏകദേശം ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ ഫാസ്റ്റർ, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ മലയാളത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു അപാകതയും വന്നില്ല. ഫാസ്റ്ററെ, സമയം പോയെന്ന് ചിന്തിക്കണ്ടേ കേട്ടോ. കാരണം മറക്കാനാവാത്ത അനുഭവങ്ങൾ, സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ്, ദൈവവുമായിട്ടുള്ള അസാധാരണ എൻകൗണ്ടേഴ്സ്, പ്രൊവിഷൻ, ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ അനുഭവങ്ങൾ ഒക്കെ ചുരുക്കമായിട്ടാണെങ്കിലും പറയാം കേട്ടോ. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അത് വളരെ വിലപ്പെട്ട, പാസ്റ്റർ പറഞ്ഞ പോലെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നെടുത്ത മുത്ത് പോലെയാണ്. അതെല്ലാവരുടെയും കാണത്തില്ല അല്ലേ. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് അത് എക്സ്ക്ലൂസീവാണ്, വേറെ ഒരാൾക്കും അത് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പം ഇങ്ങനെ വണ്ടർസ്റ്റക്കായിരിക്കായിരുന്നു പാസ്റ്റർ. ആ ഒരു 5 വർഷം പാസ്റ്ററുടെ മേഹനത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയത്. പാസ്റ്റർ, ഞാൻ ഈ മീഡിയയിലുള്ളതുകൊണ്ട് എനിക്കറിയാമേ, ചിലപ്പോൾ നമ്മൾ റെക്കോർഡിങ് ചെയ്തെല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. എത്രയോ പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ തകർത്ത് ഒരു എപ്പിസോഡൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഓർക്കുന്നത്, എൻ്റെ ദൈവമേ ഓഡിയോ ഓണല്ലായിരുന്നു. ഇപ്പോൾ വിഷമം വരും, ഭയങ്കര വിഷമം വരും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഓക്കെ, ദാറ്റ്സ് ഓക്കെ, കാരണം ഇതിലും നല്ലവണ്ണം ഒന്നുകൂടെ ചെയ്യാൻ പറ്റും.
ഇതിലും നല്ലവണ്ണം. ഈ ഇരമ്യാവിൻ്റെ ഒരു അനുഭവം ഇല്ലേ, ഇരമ്യാവിൻ്റെ 20 ഇയർ മേഹനത്താണ് എഴുതിയ സ്ക്രോൾ മുഴുവൻ രാജാവ് ഇങ്ങനെ ചുട്ടരിച്ച് കളഞ്ഞത്. 20 വർഷമാണ് അതിൻ്റെ ഒരു കണക്കെങ്ങനെ, 20 ഇയേഴ്സിൻ്റെ മേഹനത്താണ് ചുട്ടരിച്ച് കളഞ്ഞത്. അപ്പം ദൈവം ജെറമ്യാവിന് എന്താ പറയുന്നത്, ഗെറ്റ് അനദർ സ്ക്രോൾ. അപ്പം അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞു പക്ഷേ, അവൻ വേറെ സ്ക്രോൾ മേടിക്കാൻ പറയുമ്പോൾ വലുത് വാങ്ങിക്കാൻ പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം ഈ വചനം എന്നെ ഒത്തിരി ശക്തീകരിച്ചു. നമ്മുടെ 20 വർഷം 30 വർഷത്തെ മേഹനത്തെല്ലാം ഒരു നിമിഷം കൊണ്ട് ചാമ്പലായി പോകുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ആസ് ലോങ് ആസ് യു ആർ എലൈവ്, നിൻ്റെ പ്രാണൻ ബാക്കിയുണ്ടെങ്കിൽ. അവിടെ പറയുന്നത് ജെറമ്യാവിൻ്റെ പ്രാണനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു, സ്ക്രോള് പ്രൊട്ടക്റ്റ് ചെയ്തില്ല. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ പ്രാണൻ ബാക്കിയുണ്ടെങ്കിൽ 20 വർഷത്തെ മേഘനത്തിൻ്റെ എക്സ്പീരിയൻസ് നിന്നിൽ നിന്ന് ആർക്കും കത്തിക്കാൻ പറ്റത്തില്ല, അതെല്ലാം നിൻ്റെ അകത്തുണ്ട്. അപ്പം നീ ഇനി എഴുതാൻ പോകുമ്പോൾ 20 വർഷത്തെ അല്ല എഴുതുന്നത്, അതിലും വലുതാ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ ലെസൺ ഐ ലേൺ ഫ്രം ജെറമ്യ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് പാസ്റ്ററെ. എന്നെ അത് അത്ഭുതപ്പെടുത്തി. 5 വർഷത്തെ മെഹനത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാം. നമ്മുടെ ഹാർഡ് ഡിസ്ക്, ഞാൻ IT ഫീൽഡിലായിരുന്നു പാസ്റ്ററെ. നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ ചിലപ്പോൾ പോകുമ്പോൾ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒന്നിച്ച് പോകുന്നതിൻ്റെ ഒക്കെ വേദന എനിക്കറിയാം. എൻ്റെ ഒത്തിരി വീഡിയോ പോയിട്ടുണ്ട് അങ്ങനെ. സോ ഞാൻ വണ്ടർസ്റ്റക്ക് ആയിരിക്കുമായിരുന്നു. അതെനിക്ക് തിരിച്ചു കിട്ടിയായിരുന്നു. ശരി, അങ്ങനെയാണ് ഓഡിയോ കാസറ്റ് ഉണ്ടാക്കി പിന്നെ ആളുകൾക്ക് കൊടുത്ത. പാസ്റ്റർ ഇപ്പോഴും ഈ വർക്ക് അവൈലബിൾ ആണോ പാസ്റ്റർ? ഈ ഉണ്ടാക്കിയ ഓഡിയോസ് ഇപ്പം നെറ്റിലോ എവിടെയെങ്കിലും ഉണ്ടോ? ആളുകൾക്കൊന്ന് കേൾക്കണമെങ്കിൽ. ഓഡിയോ ഉണ്ടെങ്കിൽ നെറ്റിൽ ഉണ്ടായിരുന്നു. പോയ ദിവസം അത് ഇങ്ങനെ ഇതിനകത്തുനിന്ന് മാറിപ്പോയി. നെറ്റിലുണ്ടായിരുന്നു. എൻ്റെ ഒരു ചാനൽ ഉണ്ടാക്കിയായിരുന്നു, അതിലുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒത്തിരി വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം അത്രയും സംവിധാനം, കാരണം നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം, പിന്നെ ഒന്നും ഇല്ലാത്ത കാരണം അത് അങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ആ ഓഡിയോ ഉണ്ട്. ഞാൻ ദേവദാസിന് വേണമെങ്കിൽ അയച്ചു തരാം. അത് പിന്നെ അതിന്റെ ഉണ്ടാക്കിയ എല്ലാം സംവിധാനം അയച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഞാനൊരു കാസറ്റ് ഉണ്ടാക്കി. അത് ഇത് ചെയ്യണം പാസ്റ്റർ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. കാര്യമായിരുന്നു. ഇനിയും പിന്നെയും ഞാനിത് ചെയ്യാൻ പോവുക. ആക്ച്വലി ഒരു സ്റ്റുഡിയോ ഇടാൻ പ്ലാനുണ്ട്. എൻ്റെ മോനും ഇപ്പം പഠിച്ച വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിസ്കോം പഠിച്ചിട്ട് ഇപ്പം ഗ്രാജുവേറ്റ് ആയി. ഇനിയും അത് മാസ്റ്റർ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. കാരുണ്യ കോളേജിൽ നിന്ന് അത് ഇത് എടുത്ത. അപ്പോൾ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. കാരണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അതിനെ ഞാൻ അഡ്മിഷൻ ചെയ്യാൻ പോകുന്ന സമയം 25 രൂപയേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. 25 റുപ്പീസിൽ ഞാനിത് എൻ്റെ മോൻ്റെ അഡ്മിഷൻ ചെയ്യാൻ പോയി. ആക്ച്വലി ഈ 12 വരെ പഠിച്ചിട്ട്, 12ാം ക്ലാസ് പഠിച്ചിട്ട് എൻ്റെ മോൻ പറയുക, പപ്പ എനിക്ക് കോളേജ് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ പൊക്കോ. പുള്ളി എന്നോട് പറയാം, പപ്പ എനിക്ക് കോളേജ് പോകണം. ഞാൻ പറഞ്ഞ കോളേജോ? ഓ, ഞങ്ങളുടെ അവിടെ കോളേജ് ഉണ്ട്, ഒരു 1500 രൂപ ഇല്ല കോളേജ് പോകാനോ. പക്ഷേ ഈ പുള്ളി പറയാ, പപ്പ എനിക്ക് കോളേജ് പോകണം. ഞാൻ പറഞ്ഞു പോ. പപ്പ ഓർക്കുന്ന പോലെ കോളേജ് അല്ല ഞാൻ ആഗ്രഹിക്കുന്ന. ഞാൻ പറഞ്ഞു നീ എന്താ ആഗ്രഹിക്കുന്ന? പറഞ്ഞു അത് മെട്രോ, ഇത് നമ്മുടെ മെട്രോ സിറ്റിയിൽ കിട്ടത്തേ ഉള്ളു. ഇപ്പം മദ്രാസ് ആയി, ബോംബെ ആയി, കേരളമായി, അല്ലെങ്കിൽ കാൽക്കട്ട ആയി, ഇങ്ങനെയൊക്കെ സിറ്റിയിൽ അത് കോളേജ് കിട്ടത്തേ ഉള്ളു. ഞാൻ പറഞ്ഞു പൊക്കോ. പിന്നെ പുള്ളിക്കാരൻ പറയുക, പപ്പക്ക് എന്നെ കുറിച്ച് ഒന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു മോനെ, വചനത്തിൽ പറയുന്നുണ്ട് 1 പത്രോസ് 5:7 അപ്നി സാരി ചിന്ത ഈശുപ്പെടാലോ, നിന്റെ സകല ചിന്തകളും അതെങ്ങനെയാ വചനം? കർത്താവിൽ അർപ്പിക്കുക, യേശുവിൽ അർപ്പിക്കുക, അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഹിന്ദിയിൽ പറയുന്ന അപ്നി സാരി ചിന്ത ഈശുപ്പെടാലോ ക്യോंकि उसको तुम्हारा ध्यान है. അപ്പൊ മലയാളത്തിൽ നിന്റെ സകല ചിന്താകുലങ്ങളും യേശുവിന്റെ മേലിൽ ഇട്ടുകൊള്ളുക. तो मैंने कहा कि യേശു നമ്മുടെ ചിന്ത ചെയ്യുന്ന ആളാണ്, നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്. മോൻ ചിന്തിക്കപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ എൻ്റെ മോൻ 22 കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് എവിടം സംഭവിച്ചില്ല. ഏറ്റവും ഫസ്റ്റ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ കൊടുത്തു, അവിടെ പുള്ളിയുടെ ആയില്ല. MCC. അങ്ങനെ ആകെ നിരാശയായി എന്നോട് മുഖം മറിച്ച് കളയുമായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ നീ വിഷമിക്കണ്ട, ദൈവം നമ്മുടെ നല്ലവൻ. അപ്പോ ഒരു ദിവസം വന്നിട്ട് പറയുക, പപ്പ കാരുണ്യ കോളേജിൽ ഒരു സീറ്റ് ഉണ്ട്, ഇന്ന് തന്നെ ഒരു 25,000 റുപ്പീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 25 റുപ്പീസേ കിടക്കും.
ഞാൻ പറഞ്ഞു ആവും. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃപയാൽ അതിൻ്റെ ഈ സീറ്റ് ബുക്ക് ചെയ്തു. പിന്നെ 3 ടിക്കറ്റ് ട്രെയിനിൻ്റെ ചെയ്തു. ഇനി ഞങ്ങൾ പോകാൻ റെഡിയായപ്പോൾ കാരുണ്യ കോളേജ് പോവുക. അപ്പോൾ ആകെ എൻ്റെ കയ്യിൽ 25 റുപ്പീസ് ആയിരുന്നു. 25 റുപ്പീസ്. അപ്പോൾ ഒരു 20 പൊറോട്ട വീട്ടിൽ നിന്ന് ഉണ്ടാക്കി 25 റുപ്പീസ് എൻ്റെ കയ്യിൽ. ഒരു 1 കിലോ തക്കാളിയുടെ ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പൊ മോൻ പറയുക, അപ്പാ ഫീസ് എവിടാ? ഞാൻ പറഞ്ഞു, മോനെ യഹോവ കത്തിക്കും, ദൈവം ചെയ്യും. യഹോവയിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിനെ ആശ്വാസപ്പെട്ടു. പുള്ളി ഇങ്ങനെ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തു. അപ്പൊ ഞാനും ഇളയ മോനും ഉണ്ട്. ഞങ്ങൾ രണ്ടും സന്തോഷിച്ചിട്ട് പോകും. അവിടെ പോയി കൃപയാൽ ദൈവമെല്ലാം വഴിയൊരുക്കി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയും. അങ്ങനെ ദൈവം അങ്ങനെ ഒരു വഴിയൊരുക്കി. പുള്ളിയുടെ അഡ്മിഷൻ നടന്നിട്ട് തിരിച്ച് ഞങ്ങൾ വരുന്ന സമയം വീട്ടിലെത്തിയപ്പോൾ പിന്നെ ആ സംഭവം, കേരളത്തിന്റെ 20 പൊറോട്ട, പിന്നെ അവിടുന്ന് ഒരു കറി, ഇതാ എടുത്തോണ്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ പിന്നെയും 25 റുപ്പീസ് ഉണ്ട്. അപ്പൊ 25 റുപ്പീസ് യാത്രയിൽ ദൈവം കൊണ്ടുപോയി 25 റുപ്പീസ് തിരിച്ചു കൊണ്ടുവന്നു. മോന്റെ അഡ്മിഷനുമായി ഞാൻ ദൈവത്തെ ഒത്തിരി നന്ദി പറയുക. അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് പിന്നെ ഒത്തിരി മീറ്റിംഗ് കിട്ടാണ്. അപ്പൊ എപ്പം ആവശ്യമുണ്ട് ആ സമയം ദൈവം തരുമായിരുന്നു. ഞാന് ഒത്തിരി ചിന്തിച്ച്, കർത്താവേ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിക്കും? പക്ഷേ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. നമ്മൾ ഓർക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വഴി തുറന്നില്ലെങ്കിലും നമ്മൾ ഓർക്കാത്ത സ്ഥലത്ത് ആ ദൈവം നല്ലവനാ, വിശ്വസ്തനാ. അപ്പോ പുള്ളിയുടെ ഗ്രാജുവേഷൻ നടന്ന് നല്ല മാരിറ്റ് ലിസ്റ്റിലാ പുള്ളിയുടെ നമ്പറും എല്ലാം കാര്യങ്ങൾ. ഇനിയും അത് ജോലി ഒരു മാസ്റ്റർ പഠിക്കാൻ ആഗ്രഹിക്കുക. പറഞ്ഞു വന്ന കാര്യം, ഈ ദൈവവേലക്ക് ഇറങ്ങിയപ്പോ ഒത്തിരി പേര് ദുഷിച്ച് പഴിച്ച് പറഞ്ഞ്, ഇവൻ ഇങ്ങനെ പറഞ്ഞു പോയി വലിയ പണിയൊന്നും ഇല്ല ചോദിച്ചു എന്നോട് ആളുകൾ. വല്ല പണി ചെയ്യും. ഒരാൾ ഇതും പറഞ്ഞു, നീ ഉരുളക്കിഴങ്ങ്. ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് അറിയാം, ഇന്ന് ഒരു തുണി വിരിച്ചിട്ട് 2 ഡയലോഗ് പറയാമെങ്കിൽ പൈസ വീഴും. കാരണം ഞാൻ മിമിക്രി ചെയ്ത് നടന്ന ആളല്ലേ. പക്ഷേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി നിന്ദ, പരിഹാസം എല്ലാം കിട്ടി. അത് പറയാൻ വേണ്ടിയല്ല, പക്ഷെ അതിനോടും അപ്പുറമായി നമ്മുടെ ദൈവം വിശ്വസ്തം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നായിരിക്കും. പക്ഷെ അതിനോടും അപ്പുറം പ്രശ്നത്തിന്റെ സമാധാനം ചെയ്യുന്ന ഒരു ദൈവമാണ്. അതൊരു നാളും വിടത്തില്ല. സ്വന്തം നിങ്ങളുടെ സ്നേഹിതന്മാർ വിട്ടുപോകും, സ്വന്തം ചിലപ്പോ ഭാര്യ വിട്ടുപോകും, ചിലപ്പോ ഭർത്താവ് വിട്ടുപോകും, ചിലപ്പോ അമ്മ വിട്ടുപോകും, ചിലപ്പോ അപ്പൻ വിട്ടുപോകും, ചിലപ്പോ പിള്ളേർ വിട്ടുപോകും. പക്ഷെ ഒരു നാളും വിടാത്ത ഒരു ദൈവമാണ് യേശു. ഈ യേശുവിനെ കുറിച്ച് നമ്മൾ ആരോടും പറയെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം തരും. കാരണം യേശു പറയുന്ന, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമാണ്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ നമ്മൾ ജയിച്ച ടീമിലാണ്, തോറ്റ ടീമിലല്ല. ഇപ്പൊ ഒരാൾ ഓർക്കുന്ന, ഞാൻ ഒരാളിനെ ഒറ്റ അടി കൊടുക്കാമെങ്കിൽ ഞാൻ ജയിച്ചു പോയി. അല്ല, അടിക്കുന്നല്ല ചെയ്യാം, ക്ഷമിക്കുന്ന ചെയ്യും. ഈ കാര്യം ഞാൻ ഒത്തിരി മനസ്സിലാക്കി. അപ്പോ ഫീൽഡിലും പോകുമ്പോൾ, ഫീൽഡിൽ അങ്ങനെയാണ്, എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. ഈ ആളുകളോട് നമ്മൾ എതിർക്കാൻ നിൽക്കത്തില്ല. കാരണം ദൈവം, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ചിലപ്പം കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മൈൻഡിൽ ഇങ്ങനെ വരും, അയ്യോ ഈ കാര്യം ഈ ദൈവം വിട്ട് നമുക്ക് പിന്നെയും തിരിച്ചു പോകാം. ഇങ്ങനെയൊക്കെ പലവട്ടം ചിന്തയിൽ നമ്മുടെ കയറി വരും. പക്ഷെ എൻ്റെ മൈൻഡിൽ അത് കയറി വന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വാസത്താൽ ഇങ്ങനെ യാത്ര ചെയ്തു, ഇന്നും ആ യാത്രയിൽ മുന്നോട്ട് നീക്കുക. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഇന്ന സ്ഥലത്തിൽ കയറി പോയി. ഒരാൾ എന്നോട് പറയുന്നു,
ഇന്ന് പ്രാർത്ഥിച്ച് അവർ ഇന്ന സ്ഥലത്തിൽ കയറിപ്പോയി, നീ ഇന്നും അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു, സഹോദര, ഞാനും അങ്ങ് കയറിപ്പോയാണെങ്കിൽ നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നേ? അപ്പൊ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, അതും തക്ക സമയമുണ്ട്. തക്ക സമയം വരുമ്പോൾ ദൈവം എന്തോ ചെയ്യും, എല്ലാരും അതിന്റെ യഥാസ്ഥാനത്തിലെത്തും. പക്ഷേ ഹമേ കർണാക്യ, നമുക്ക് എന്തോ ചെയ്യണം? നമുക്ക് ഇത് ചെയ്താൽ മതി, ഉസ്കെ ഹാത്തോമേ ദീനതാ സെ ബന്ധിരാം. നമ്മൾ അതിന്റെ കൈ താഴ്മയോട് ഇരിക്കുക. അപ്പൊ ഈ ദൈവം നല്ല ദൈവമാ. പിന്നെ ഒത്തിരി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറഞ്ഞില്ലേ, ഇതിൽ പോയ ദിവസം ഒരു സംഭവം നടന്നായിരുന്നു. എനിക്ക് ഒത്തിരി ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ആക്സിഡന്റിൽ ദൈവം എന്നെ വിടുവിച്ചു. ഒരു പ്രാവശ്യം എന്റെ മേളിൽ ഈ ഛോട്ടാ ഹാത്തി പറയുന്ന ഈ വണ്ടി കയറി. ഛോട്ടാ ഹാത്തി ടാറ്റയസ് അറിയാമോ? ടാറ്റയസ്. ഈ വണ്ടി എന്റെ മണ്ടയ്ക്ക് കയറി. അപ്പൊ എന്റെ ഈ കൈ ഇവിടുന്ന് ഡിസ്ലോക്കേറ്റ് ആയി, രണ്ടെല്ലും. ഞാൻ ഇങ്ങനെ കൈ തൂക്കി ഇങ്ങനെ മീറ്റിംഗ് ചെയ്യുക, ഇവിടെ പോവുക. ഞാൻ പറഞ്ഞ് ഒരു ദിവസം രാത്രിക്ക്, ഒത്തിരി ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി, ഒരു ദിവസം രാത്രിക്ക് ഞാൻ 12 മണിക്ക് വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞ, കർത്താവേ, ഈ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമത്തിൽ എത്ര പേര് സൗഖ്യമാകും. എന്നാൽ ഇന്ന് ഈ കൈ ഇങ്ങനെയായി ഇരിക്കുക, ഇന്ന് എന്നെ സൗഖ്യമാക്കണമേ പറഞ്ഞ്. അപ്പൊ ഞാൻ 12 മണിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതുക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് രാവിലെ 4 മണിയായപ്പോ ഈ കൈ പൊങ്ങി. ഞാൻ ദൈവത്തെ നന്ദി പറഞ്ഞു. ഒറ്റ മെഡിസിൻ ഇല്ലാതെ, ഒറ്റ ഡോക്ടർ ഇല്ലാതെ, ഡോക്ടറുടെ ഡോക്ടറായ യേശു എന്നെ സൗഖ്യമാക്കി. ആ യേശുവിനെ ഞാൻ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, 3 ദേവദാസന്മാര് വിലായിൽ വന്ന് പ്രസംഗിക്കാൻ. അതിനകത്ത് ഒരു ബിജു വെറ്റിമല്ല, ഒരു ചാൻഡി വർഗീസ് പാസ്റ്റർ, ഒരു പാസ്റ്റർ അബ്രഹാം, ഇവരെല്ലാരും അറിയാമല്ലോ ദേവദാസൻ, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവര് രക്തത്തെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, യേശുയുടെ രക്തം. അപ്പൊ 3 ദിവസം ഈ മീറ്റിംഗ് നടന്നു. ആ സമയം ഒരു വലിയ ഉണർവ് ഈ ബിലായിൽ വന്നായിരുന്നു. അപ്പോ ആ സമയം ലാസ്റ്റ് ദിവസം ഞാൻ റായ്പൂരിലേക്ക് പോവുക. റായ്പൂർ പോകുന്ന ഈ രാവിലത്തെ സെഷൻ കഴിഞ്ഞിട്ട് റായ്പൂർ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു എന്താ പറയുന്ന സാണ്ട്, എരുമ അല്ല, ബുൾ എന്താ പറയുന്ന കാള, അത് വന്നു. കാള, ഒരു വലിയ കാള വന്നു ഇങ്ങനെ മുന്നോട്ട് എന്റെ വണ്ടിയുടെ മുന്നേ വന്ന് ഹൈവേ റോഡിൽ, അത് ആ സമയം എന്റെ കൂടെ വണ്ടികൾ ഇങ്ങനെ പോവാ, വലിയ ലോറികൾ പോവാ. NH റോഡാ, അത് നാഷണൽ ഹൈവേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാള വന്ന് വണ്ടി ഇടിച്ച് ഞാൻ റോഡിൽ മുറ്റമേൽ ഇങ്ങനെ ഓടി അവസാനം സ്വത്രം പറഞ്ഞ് ഓടുക. പിന്നെ ഒരു ട്രാഫിക് വണ്ടി വന്നു. പക്ഷെ ഞാൻ ഏത് സമയം ആക്സിഡന്റ് ആയി. ദൂരം 2 മൈൽ ദൂരം വരെ ഫ്രണ്ടും ബാക്കും ഒരു വണ്ടിയില്ല. ബസ് ഒരു ട്രാഫിക് വണ്ടി വന്നു. അവരെന്നെ പൊക്കാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, എന്നെ പൊക്കണ്ട, ഈ വണ്ടി സൈഡാക്കി. അവർ സൈഡാക്കി വണ്ടി. ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് വണ്ടി കിക്കടിച്ച് അവിടെ അടുത്ത് നമ്മുടെ ദേവദാസന്റെ വീടുണ്ടായിരുന്നു, അവിടെ പോയി ഇച്ചിരി നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അവിടെ വന്നിപ്പോയി. പിന്നെ ആ ദൈവദാസന്റെ ഷർട്ടും പാൻറ്റും ഇട്ട വൈകിട്ട് വന്ന് പിന്നെയും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതാർക്കും അറിയുന്നില്ല ഞാൻ ഇത്രയും വലിയ ആക്സിഡന്റിന് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ലെഫ്റ്റ് കൈയിൽ നിന്ന് എൻ്റെ 2 എല്ല് ഡിസ്ലോക്കറ്റായി, കൈ പൊക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ കേരളത്തിൽ പഠാൻകോട്ട് ഫസ്റ്റ് മനു മേനോൻ പ്രസംഗിക്കാൻ വന്നായിരുന്നു. ഞാൻ വർഷിപ്പിക്ക് വേണ്ടി ഇങ്ങനെ പാടി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ വന്നപ്പോൾ ഫസ്റ്റ് മനു മേനോൻ പ്രസംഗിക്കാൻ കയറിയോ, ഇതാ സംഭവിക്കുന്ന പറയാമെങ്കിൽ എന്തുവായി. ഉടനെ തന്നെ പാസ്റ്റർ പ്രസംഗത്തിന്റെ മുമ്പ് ഒരു പാട്ട് തുടങ്ങി. അപ്പോ മ്യൂസിക്കാരും ഇല്ല. ഞാൻ ഡ്രം സെറ്റ് കയറിയിരിക്കുന്നു, എന്റെ കൈക്ക് വയ്യ. ഡ്രം സെറ്റിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഡ്രം സെറ്റ് അടിച്ചു. ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ ഒരു റോളിംഗ് അടിച്ചപ്പോ എന്റെ കൈ സൗഖ്യമായി. അവിടെ ഞാൻ സാക്ഷ്യം. ഈ സാക്ഷ്യം ബൈബിൾ കോളേജിലെ പിള്ളേർ കേട്ട്, ഇത് നമ്മുടെ കുമാരിയിൽ നിമ്പുവാടി നമ്മുടെ പാസ്റ്റർ PG വർഗീസ് അങ്കിൾ എടുത്ത ഒരു ചർച്ച്, ഒരു ബൈബിൾ സ്കൂൾ, അവിടുത്തെ വാർഡൻ ആ സമയം അവിടെ ബൈബിൾ സ്കൂളിൽ സ്റ്റുഡന്റ് ആയിരുന്നു പഠാൻകോട്ടിൽ. ഇവിടെ വന്ന് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ
എന്നോട് പറഞ്ഞ്, ആ ദൈവദാസൻ ആ ദിവസം സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവം, സൗഖ്യമാക്കും, നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഇതിനോടപ്പുറമായി ഒരു ഒരു ഉം, ഒരു ആത്മാവ് ഏറ്റവും വില പോലും. ഈ ശരീരത്തിൽ നമുക്ക് രോഗം വരുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഇതിൽ കിടക്കുന്ന ആത്മാവില്ലേ, ഈ ആത്മാക്ക് സൗഖ്യം വേണം. ഈ ആത്മായുടെ സൗഖ്യം തരാൻ യേശു വന്നാണ്. ഇന്ന് ആ യേശു വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആത്മാക്ക് സൗഖ്യം കിട്ടില്ലായിരുന്നു, നമ്മുടെ രക്ഷ വരത്തില്ലായിരുന്നു. അപ്പൊ ഈ രക്ഷയുടെ സന്തോഷം, ഒരു ദിവസം ആശുപത്രിയിൽ ഞാൻ ഇങ്ങനെ പോവാ, വലിയ സെക്ടർ 9 ആശുപത്രിയാണ്. അപ്പൊ അവിടുത്തെ ഒരു മീശക്കാരൻ ഗേറ്റ് കീപ്പർ എന്നോട് ചോദിക്കുക, സാറേ, സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, പറയാ, എന്താ? പറയും, നിങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് പോയി വരുന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിൽ എപ്പോഴും സന്തോഷമാണ്, അതിന്റെ കാരണം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ ഈ ഫിലിപ്പി 4:4 പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. എന്റെ യേശു പറഞ്ഞു, എപ്പോഴും സന്തോഷിക്കും. പ്രഭുമെ സദാ ആനന്ദിക്കണം, മെഫിർ കെത്താം ആനന്ദിക്കണം. അപ്പൊ എന്റെ സന്തോഷം യേശുവാണ്. അപ്പൊ യേശു ജീവിതത്തിൽ വരുമ്പോൾ സന്തോഷം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു തന്ന കാര്യം, നമ്മുടെ എല്ലാ സമയത്തിൽ നമ്മുടെ കൂടെ യേശുവാണ്. വലിയ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് അതിലും ദൈവമുണ്ട്. ചെറിയ കാര്യത്തിലും നമ്മൾ ചിലപ്പോൾ ഓർക്കുന്ന ചെറിയ 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 കാര്യങ്ങൾ, അത് വലിയ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, ഒരു തക്ക സമയമുണ്ട്. ഒരു സമയമുണ്ട്, ഒരു തക്ക സമയമുണ്ട്. ആ തക്ക സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിൽ നമ്മൾ ജബർദസ്തി മത്ലബ് അടിപടി ചെയ്യാൻ പാടില്ല. ഓ, ഇന്ന് ഞാൻ ഓർക്കുന്ന ഇവിടെ ഞാൻ ഇരിക്കുന്ന പറയാമെങ്കിൽ, ഒത്തിരി ഒരു പാപിയായിട്ട് ഞാൻ കള്ളു കുടിച്ച് നടന്ന്, ഞാൻ ഇങ്ങനെ തോന്നിവാസം നടന്ന്, പിന്നെ ഒരു ദിവസം ദൈവം എന്നെ വിടുവിച്ച്, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഒത്തിരി രോഗിയായിരുന്നു, രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച്, അങ്ങനെ ഞാൻ കർത്താവിനെ സ്വീകരിച്ച്, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ജീവിതത്തിൽ. എന്റെ മനസ്സിന്റെ ആഗ്രഹം വില്ലനാകണം, എവിടെ? സിനിമയിൽ പോയി. പക്ഷേ ഒരു ദിവസം ഒരു വചനം കേട്ടു, ഈ വചനം എന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം ഞാൻ വാക്യം വന്നു. ഈ വചനമാണ് എന്നോട് സംസാരിച്ച 96. അപ്പൊ ഞാൻ വില്ലനാകാൻ ഓർത്ത ആ ബോംബെ, ഞാൻ എല്ലാം വർഷം ഒരു 10 ദിവസം അവിടെ പോകും. ഒരു ഫസ്റ്റ് ജോബ് ഉണ്ട്, അവർക്ക് ടീം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഔട്ട്റീച്ച് പ്രോഗ്രാം ചെയ്യും. ഒത്തിരി സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ, സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ശുശ്രൂഷിക്കാൻ ദൈവം ഇടയാക്കി. എവിടെ വില്ലനാകാൻ പോകുന്ന കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ, നീ വില്ലനാകണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ സീറോ ആകും. നീ സീറോ ആകുമ്പോൾ നിന്നെ ഹീറോ ആകും. പക്ഷെ ഏത് ദിവസം ഹീറോ ആകാൻ നോക്കും, നിന്നെ ഞാൻ സീറോ ആക്കും. അപ്പൊ കർത്താവിന്റെ ആ വചനം എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷിക്കുന്ന, മത്തായി സുവിശേഷത്തിൽ പറയുന്ന പോലെ, തും ശൂന്യ ബനോഗോ ധന്യ ഹെ വേ जो मन के दीन है, नम्र है, पृथ्वी के अधिकारी होंगे, स्वर्ग के अधिकारी होंगे. मतलब താഴ്മയുള്ള ദീൻ और नम्र लोगों को കർത്താവ് ഭൂമിയുടെയും അധികാരിയാക്കും, സ്വർഗത്തിന്റെ അധികാരിയാക്കും. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, ദൈവം നല്ലവൻ, എല്ലാ കാര്യത്തിലും ദൈവം നല്ലവൻ. ഇത്രത്തോളം ദൈവം ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ ഉദ്ദേശം. ഒത്തിരി പേരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദൈവം തണുപ്പ് നൽകിക്കും. എൻ്റെ ഒത്തിരി കാര്യങ്ങൾ, എക്സ്പീരിയൻസുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഒത്തിരി പേര് മാനസാന്തരത്തിലേക്ക് വരും. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന, പിന്നെ എപ്പോ വരും. ഇപ്പോ പണ്ട് എല്ലാവരെയും മിമിക്രിയിൽ സന്തോഷിപ്പിച്ച് നടന്നു, പക്ഷേ ഈ ദിവസം കർത്താവിൽ സന്തോഷിക്കാനുള്ള വഴികൾ പറഞ്ഞു. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാ. ഇന്ന് ആസാദി ടിവിയുടെ കൂടെ, ചാനലിന്റെ കൂടെ, അഭിഷിക്തന്റെ കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഒരു ഇടയാക്കി. ആസാദി പറയാമെങ്കിൽ, സത്യത്തെ അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അപ്പോ ആ വചനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. ഞാൻ ഏത് ദിവസം സത്യത്തെ അറിഞ്ഞ് യേശുവിനെ അറിഞ്ഞപ്പോൾ യേശു എന്നെ സ്വതന്ത്രമാക്കി. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യട്ടെ. ഒത്തിരി സന്തോഷം പാസ്റ്ററെ, നല്ല നല്ല അനുഭവങ്ങളാണ് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. സിനിമയിൽ വില്ലനാകാൻ ആഗ്രഹിച്ചു, പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ ധന്യരാണ്. ധന്യരെന്ന് പറയുമ്പോൾ ഹീറോ എന്ന് പറയാം.
ക്രിസ്തുവിൻ്റെ ഹീറോ ആയി മാറുവാൻ, ഈ ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി മാറുവാൻ കർത്താവ് തിരഞ്ഞെടുത്തു. അതോടൊപ്പം ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു സ്റ്റുഡിയോ ഒക്കെ കർത്താവ് തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ സ്റ്റുഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൻ്റെ ഇനിയുമുള്ള പുസ്തകങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ദൈവരാജ്യത്തിന് വലിയ ബ്ലെസ്സിങ് ആകട്ടെ. വളരെ റെയർ ടാലൻ്റാണ് പ്രിയ കർത്താവിൻ്റെ ദാസന് ദൈവം നൽകിയിട്ടുള്ളത്. ഓരോരുത്തരെയും ഓരോ കാര്യമാണ് ദൈവം ഏൽപ്പിക്കുന്നത്. എന്നെ ദൈവം ആസാദി TV നടത്താൻ വേണ്ടി പഠിപ്പിച്ചു. ചെറിയ പ്രായം മുതലേ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടു, അങ്ങനെ പഠിപ്പിച്ചു. ചിലരെ മറ്റൊരു കാര്യത്തിനായിരിക്കും ഉപയോഗിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു അബ്സല്യൂട്ട്ലി വളരെ കറക്റ്റായിട്ട് കാര്യമാണ് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റാണ് ഉള്ളത്. അപ്പം നമ്മെ ഏൽപ്പിച്ച ടാലൻറ്റ് എന്താണോ അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാസ്റ്റർ, അപ്പം ആ മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ആദ്യത്തെ ഹിന്ദി ഒരു ഡ്രാമാറ്റിക് ബൈബിൾ അല്ലേ? അതെ. ഡ്രാമാറ്റിക് ബൈബിൾ ചെയ്യുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ലതാ മങ്കേഷ്കറിൻ്റെ ഒക്കെ സൗണ്ട് ആ സൗണ്ടിൽ പാടുമായിരുന്നു. അപ്പോൾ ഫീമെയിൽ വോയിസ് പാടുമായിരുന്നു. ഫീമെയിൽ വോയിസും പാടുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ, അപ്പൊ ഈ വോയിസിന്റെ വോക്കൽ കോഡ് ഒത്തിരി തകരാറുണ്ട്. ശരി. കാരണം ഇപ്പൊ ഒരു ദേവദാസൻ പ്രസംഗിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ ഹിന്ദിയിൽ ഞാൻ അത് തന്നെ പറയണം, പരമേശ്വര ആപ്കോ ആശീഷ് ദേ. അപ്പൊ ഇതിൽ ഈ നമ്മുടെ തൊണ്ടയ്ക്ക് ഒത്തിരി ഇത് വരും. അപ്പൊ തൊണ്ടയ്ക്ക് തകരാറ് വരുമ്പോൾ നമ്മൾ ഫീമെയിൽ വോയിസ് എടുക്കാൻ ഇപ്പൊ അത്ര ബുദ്ധിമുട്ടാണ്. കുറെ ദിവസം റെസ്റ്റ് എടുക്കാമെങ്കിൽ പിന്നെയും എടുക്കാം. പക്ഷെ അല്ലെങ്കിൽ എല്ലാം ഈ ഹിന്ദി എത്ര പാട്ടുകാരുണ്ട്, അവരുടെ എല്ലാം ശബ്ദം അതിപ്പം മാറ്റി എടുക്കാൻ നോക്കും. പക്ഷെ നമ്മൾ എടുക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4 അത് ശമരിയാക്കാരത്തിൽ സ്ത്രീയുമായിട്ടുള്ള യേശുവിൻ്റെ സംസാരമാണ്. പാസ്റ്റർ അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശമരിയാക്കാരത്തിൽ സ്ത്രീയുടെ പോർഷൻ ഒരു ഫീമെയിൽ വോയിസിലല്ലേ പറയേണ്ടത്? ഞാൻ ആക്ച്വലി ഇട്ടായിരുന്നു മുമ്പേ, ഞാൻ അത് ഫീമെയിൽ വോയിസിൽ ഇട്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു ഇത് വന്നു, അയ്യോ അത് വേണ്ട. പിന്നെ ഞാനത് സൂത്രധാരുടെ പഠിച്ചു വിട്ട്, മനസ്സിലായില്ലേ, വായിച്ചു വിട്ടു. ആ രീതി മതലബ് വായിച്ചു, പഠിച്ചല്ല, സോറി. അതെ, ഹിന്ദിയിൽ പറയുന്നത് ആ പഠിക്കുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ചെറിയൊരു അർത്ഥ വ്യത്യാസം മലയാളത്തിൽ വരുമ്പം വരും. വായിച്ചു വിട്ടു. ഞാൻ കാരണം ഈ ഡയറക്റ്റ് ഞാൻ ഹിന്ദി അല്ലേ ഇപ്പം മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റാ. ഒരു ദിവസം ഇങ്ങനെ ആയപ്പോ എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ അയൽ തുണി കിടക്കുമായിരുന്നു. അപ്പൊ മമ്മിയോട് ഞാൻ പറഞ്ഞു, അമ്മേ മഴ പെയ്യുക, തുണി ഊരും. അപ്പൊ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റാ ചെയ്ത ചൂലെടുത്ത് ഒറ്റ ഏറെ തന്നെ ഓർഡർ തന്നെ മലയാളം എടുത്തോണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ, അപ്പൊ അതിൽ തെറ്റ് വന്നു സംഭവം. ചിലപ്പോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് മീനിങ് മാറിപ്പോകും. പക്ഷെ ദൈവം കൃപയാൽ. അതെ പാസ്റ്റർ, പിന്നെ ഒരു പാട്ട്, 1-2 പാട്ടുകൾ പാസ്റ്റർ ഒന്ന് 2 വരി ഒന്ന് മൂളി, ഒരു പാട്ട് ഒരു സ്റ്റാൻസ ഫുള്ളൊന്ന് പാടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. മലയാളമോ ഹിന്ദിയോ ഫീമെയിൽ വോയിസ് പാടാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷേ ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം പാസ്റ്റർ നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തല്ലോ, തൊണ്ടയ്ക്കൊക്കെ ഇപ്പം പഴയതുപോലെ പറ്റുകയില്ലെന്ന്. അതുകൊണ്ട് ഹിന്ദിയോ മലയാളമോ ക്രിസ്ത്യൻ സോങ്? ഹിന്ദി മലയാളം ക്രിസ്ത്യൻ സോങ് ഏതാണെങ്കിലും പിന്നെ ഒരു വരി തരാമെങ്കിൽ അത് പാട്ടുണ്ടാക്കാം ഉടനെ തന്നെ സ്റ്റേജിൽ തന്നെ. അത് ശരി. അങ്ങനെ കാരണം ചിലർ പ്രസംഗന്മാർ വരും പ്രസംഗിക്കാൻ, അപ്പൊ അവര് കൊടുക്കുന്ന മെസ്സേജ് ഞാൻ അവിടെ ഇതിൽ തന്നെ അത് മെസ്സേജ് പാട്ടിലാണ്, ആ പോയിന്റ്സ് എഴുതി അങ്ങനെ പാട്ടിലാക്കാം. അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്, ഞാനുണ്ടാക്കിയ ഒത്തിരി പാട്ടുകളുണ്ട്. ഒരു പാസ്റ്റർ ഉണ്ടാക്കിയ ഒരു പാട്ടൊന്ന് പാടാമോ? ഞാനുണ്ടാക്കിയ പാട്ട് അതിൽ मेरे दिल में यीशु का नाम है, आओ मिलके यीशु का नाम ले, उसकी महिमा करूंगा मैं, सुबह दिन और शाम उसकी महिमा करूंगा मैं, सुबह दिन और शाम मेरे दिल में यीशु का नाम है, आओ मिलके यीशु का नाम ले, मेरे दिल में यीशु का नाम है, आओ मिलके यीशु का नाम ले.
यीशु ने मेरे पापों को क्षमा किया है, यीशु ने मेरे रोगों को चंगा किया है, यीशु ने मेरे पापों को क्षमा किया है, यीशु ने मेरे रोगों को चंगा किया है। मेरे अपराध के कारण सूली पे जान दिया, मेरे अपराधों के कारण सूली पे जान दिया, मेरे दिल में यीशु का नाम है, आओ मिलके यीशु का नाम ले। ഈ പാട്ടുണ്ട്. താങ്ക് യു പാസ്റ്ററെ. ഒത്തിരി നല്ല. പിന്നെ ഒരു പാട്ടുണ്ട്, परमेश्वर की महिमा हो, वो सर्वशक्तिमान प्रभु है, वो सर्वशक्तिमान प्रभु है, वो सर्वज्ञानी प्रभु है, वो सर्वज्ञानी प्रभु है, वो सर्वव्यापी प्रभु है, वो सर्वव्यापी प्रभु है। उसका नाम प्रभु यीशु है, उसका नाम प्रभु यीशु। क्या है वो नाम? उसका नाम प्रभु यीशु है। वो अच्छा चरवाहा भी है, वो अच्छा चरवाहा भी है, अपनी भेड़ों की सुधि रखता है, अपनी भेड़ों की सुधि रखता है, उनके लिए वह प्राण देता है, उनके लिए वह प्राण देता है। उसका नाम प्रभु यीशु, उसका नाम प्रभु यीशु है। താങ്ക് യു. അതിന്റെ ഓരോരോ എല്ലാം പാട്ടിന്റെ പിന്നിൽ ഓരോരോ ഇതുണ്ട്, അതിന്റെ സ്റ്റോറി ഉണ്ട്. പോകുന്ന വഴിക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏത് സമയം ഞാൻ ഇങ്ങനെ ഓരോരോ സമയത്തിലായിരിക്കുന്ന സമയം കർത്താവ് എനിക്ക് തന്ന പാട്ടുകൾ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റർ ഷെയർ ചെയ്തു, അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ഒത്തിരി സന്തോഷമുള്ള നല്ലൊരു സെഷനായിരുന്നു. നന്ദി പറയുകയാണ് പാസ്റ്റർ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ബ്ലെസ്സിങ് ആണ്. എനി ലാംഗ്വേജ് യു ക്യാൻ യൂസ്. ഐ നോ ദാറ്റ് മലയാളത്തിൽ പ്രാർത്ഥിച്ചുള്ള ഒരു ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടെ. ഇഫ് യു ക്യാൻ പ്രേ ഇൻ മലയാളം ദാറ്റ്സ് ഓക്കെ, അതർവൈസ് എനി ലാംഗ്വേജ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചുരുക്കമായിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനും ഉണ്ട്. പാസ്റ്റർ യു ക്യാൻ ആഡ് എനിത്തിങ്. യു ക്യാൻ ആഡ് ഇഫ് യു മിസ്ഡ് എനി ഓഫ് യുവർ അനുഭവങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. സമയം പോയെന്ന് ചിന്തിക്കേണ്ട. ആസാദി ചാനലിലേക്ക് എൻ്റെ അകത്ത് ആസാദി ഉണ്ട്. വി ഹാവ് ഫ്രീഡം, നോ ടൈം റെസ്ട്രിക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ആസാദി ചാനൽ ഇപ്പൊ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എത്രയോ പേര് വന്ന് അവരുടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ലോകത്തിന്റെ വിഭിന്ന സ്ഥലത്തിൽ ഇരുന്ന് ഈ ചാനൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം വീട്ടിൽ നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ, ഈ ചായ കിച്ചണിലാണ് ഉണ്ടാക്കുന്ന. അവിടെ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിലിട്ട് ഈ ചായ ഇങ്ങനെ തിളച്ച് പാലും പഞ്ചസാര ഇട്ട് ഇതെല്ലാം റെഡി ആയിട്ട് പുറത്ത് ഒരു ടേബിളിൽ വരുമ്പോൾ, ഒരു മേശയിൽ വരുമ്പോൾ ഒരു നല്ല കപ്പിലാണ് വരുന്നത്. കുടിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പോയ ആ അടുപ്പ്, ആ പാത്രകം ആരും കാണുന്നില്ല. അപ്പൊ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുണ്ട്, ഇതൊരു ആസാദി ചാനൽ ഇത്രയും ഫ്രീഡമായിട്ട് നമുക്ക് നൽകി കിട്ടിയാ പറയാമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കഷ്ടതയുണ്ട്, ഒത്തിരി ശ്രമങ്ങളുണ്ട്, രാവും പകലും ചേർന്ന് ഇരുന്ന് അധ്വാനമുണ്ട്. കാരണം ഞാൻ ഈ ബൈബിൾ ഡ്രാമറ്റൈസ് ഉണ്ടാക്കിയപ്പോൾ ഇത് ഞാൻ ഒരു 5 വർഷം യാത്ര ചെയ്താൽ പറയാമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. അതൊരു വലിയ ചാലഞ്ചായിരുന്നു. അത് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പുതിയ ദൈവം ചെയ്യാൻ വേണ്ടി പ്ലാൻ തന്നിട്ടുണ്ട്. എനിക്ക് പറയാനുണ്ട്, ഈ ആസാദി ചാനലിന്റെ പിന്നിൽ ദൈവദാസൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നല്ല പ്രെയർ സപ്പോർട്ട് ആവശ്യമുണ്ട്. വ്യൂവേഴ്സിനോട് പറയുന്നുണ്ട്, ഇത് കേൾക്കുന്ന മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങാൻ ഒക്കത്തില്ല. പക്ഷേ ഈ ചാനൽ പ്രവർത്തിക്കുന്ന ആൾക്ക് വേണ്ടി നമുക്ക് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സഹായിക്കുക, എല്ലാം ചെയ്യും. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം.
എനിക്കിനിയും ഒത്തിരി ദൈവം ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട് ചെയ്യാൻ. ഒത്തിരി പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പുറത്ത് പെട്ടെന്ന് വരാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിഷ്വലായി വീഡിയോ ആയി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു നല്ല സ്റ്റുഡിയോക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ മനസ്സിൽ ഈ വചനത്തിന്റെ പണ്ട് മുതൽ വചനം ഞാൻ ഈ കാർട്ടൂണിന്റെ ഒക്കെ ശബ്ദമൊക്കെ എടുക്കുന്നത്. അപ്പോൾ കാർട്ടൂണിലും കർത്താവിടെ വചനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ചാനൽ. പിന്നെ ഡെയിലി ദൈവം എപ്പോഴും പുതിയ പാട്ടാണ് നാവിൽ തട്ടുന്നത്. എപ്പോഴും ഒരു വചനം എടുത്ത് ഇങ്ങനെ ഇടാമെങ്കിൽ പാട്ട്. അപ്പോൾ നല്ല ഒരു കീബോർഡും ദൈവം അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയല്ല വഴി തുറക്കുന്നത് ദൈവം. കാരണം ദൈവത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. അപ്പം തന്നെ പിശാചിനും വർക്ക് ചെയ്യാൻ ഒരു മനുഷ്യന്റെ ആവശ്യം. അപ്പൊ പിശാചിന്റെ പ്രവൃത്തി ചെയ്യുക, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ കൂട്ടാളിയായിരിക്കണം. നമുക്ക് ദൈവം തന്ന ആ ടാലന്റ് കൊണ്ട് ദൈവത്തെ മാറ്റിപ്പെടുത്തുക. അപ്പൊ ഒരു നിമിഷം പിന്നെ ഞാൻ നന്ദി പറയുന്നു ആചാര്യ ചാനലിലേക്ക്. ദേവദാസന്റെ പേര് ഫിനി പാസ്റ്റർക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഹൃദയത്തോട് എന്നെ വിളിച്ചല്ലോ, എന്നെ ക്ഷണിച്ചല്ലോ. വലിയ വലിയ ആളുകൾ വരുന്ന ആ സ്ഥലത്തിൽ നമ്മൾ ഈ എളിയവരെ ഇങ്ങനെ വിളിച്ച് ഒരു സാക്ഷ്യം ടെസ്റ്റ് പണി പറയാൻ ഇടയാക്കി. ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അപ്പൊ തന്നെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. മലയാളത്തിൽ പ്രാർത്ഥിക്കാം, ഒക്കുമെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം അതിനു വേണ്ടി കൃപ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ചുടബല ഭൗഷ്യാം പ്രവചന തുടയാം അർത്ഥരാജ ഘടകമനകസ്യ മടയാം പ്രഭാത ഘടകം പ്രവചനയാം. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. നാഥ ഇത്രത്തോളം നീ സഹായിച്ചനായ സ്തോത്രം. കർത്താവെ ഫിന്നി പാസ്റ്ററും സിസ്റ്റർക്ക് വേണ്ടി കർത്താവെ നന്ദി പറയുന്നു. അവരുടെ എത്ര ടീം മെമ്പർ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. കർത്താവെ ഇത്ര ഒരു നല്ല ചാനൽ, ആജാദിയോട് കർത്താവെ ഹല്ലേലൂയ ഫ്രീഡം ആയിട്ട് ഈ ചാനലിൽ വന്ന് എല്ലാവർക്കും അവരുടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു വഴി അവർ ഒരുക്കിയനായ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ അതിന്റെ പിന്നിൽ അവരുടെ രാവും പകലും ഉള്ള അധ്വാനത്തെ കർത്താവെ മാനിക്കണമേ. ഹല്ലേലൂയ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരാളുടെ വ്യക്തി ജീവിതത്തെ കർത്താവെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. മുടയാ മൗഢ മന്ത്ര വിശാന ഘടകമനകസ്യ. കഷ്ടത്തിൽ കിടക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാ ഈ പകൽ വേളയിൽ അവരെ തൊടനമേ. അർത്തിമി കടാമ നഗഷ് കബൗഢിയാംധേ ഉറബാ നഗഷ്യ. ചിലരുടെ പേര് ഹല്ലേലൂയ എങ്ങനെ നാളത്തെ കാര്യം എന്തോ ആവും ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാളത്തെ കാര്യം കർത്താവ് ഇന്ന് തന്നെ അത് പരിഹരിക്കാൻ പോവുക. അതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ നാളത്തെ അവരുടെ കഷ്ടപ്പാട് കർത്താവെ ഹല്ലേലൂയ നീ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. കർത്താവെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിന്റെ നന്മകൾ നീ കണ്ടിട്ടുണ്ടല്ലോ. അത് നീ അങ്ങനെ തന്നെ ക്രമീകരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ കർത്താവെ ജോലിക്ക് വേണ്ടി ഹല്ലേലൂയ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ അവർക്കൊരു നല്ല ജോലി നൽകി കൊടുക്കണമേ. ജോലി ഇല്ലാതെ വീടിൽ കഷ്ടപ്പാടുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ ഒരു ജോലി ഇല്ലെങ്കിൽ, ഒരു പണമില്ലെങ്കിൽ വീട് നടത്താൻ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ കർത്താവെ ജോലി ഇല്ലാതെ കിടക്കുന്ന ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ നല്ല ജോലി നൽകി കൊടുക്കണമേ. ഈ സമയം ഞങ്ങളോട് കേൾക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഈ ചാനലിനോട് കേൾക്കുന്ന എല്ലാം കർത്താവെ കടഭാരത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ പിള്ളേരുടെ കല്യാണം എങ്ങനെ നടക്കും, ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതം അവരുടെ കർത്താവെ ഹല്ലേലൂയ നല്ല പൈതൽ കർത്താവെ നിന്റെ ഹിതപ്രകാരം നീ എങ്ങനെ അവർക്ക് വേണ്ടി യോജിപ്പിച്ച അവർക്ക് വേണ്ടി ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ നൽകി കൊടുക്കണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾ മാറിപ്പോകട്ടെ. പുതിയ ബിസിനസ് തുടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം അവരുടെ ബിസിനസ്സിൽ ഈ സമയം ഹല്ലേലൂയ ചില ബിസിനസ്സിൽ ഉടല പ്രവചന നഷ്ടം വന്ന് ഇപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു മറുപടി അവർക്ക് ലഭിക്കാൻ പോകുന്നു. വരുന്ന ദിവസത്തിൽ ആ നല്ല വാർത്ത കേൾക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ ആ ബിസിനസ്സിനെ പിന്നെ ഹല്ലേലൂയ ഒരു പ്രാവശ്യം പുനഃസ്ഥാപിക്കാൻ പോകുന്നു. അതിനായി നന്ദി പറയുന്ന കർത്താവെ ഹല്ലേലൂയ എത്രയോ പേരുണ്ട് കർത്താവെ മാനസാന്തരത്തിൽ വന്നില്ലല്ലോ. ഹല്ലേലൂയ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവെ ചിലർ പേര് അവരുടെ പാപം വിടാൻ മനസ്സുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഹല്ലേലൂയ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കണമേ. നീ പ്രവർത്തിച്ചനാ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ഉടബാ ശിവൻ കബൗനിയാം തേ രഗടഗമനഗസ്യ അടലേ പ്രൗഢ രഗടഗമന. കർത്താവെ, ഹോ ഹല്ലേലൂയ. കർത്താവെ, ഈ ദിവസങ്ങൾ കർത്താവെ, വീടില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവെ വീട് നൽകി കൊടുക്കണമേ നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സമാധാനം ഇല്ല, ഭാര്യ ഭർത്താവിൽ യോജിപ്പില്ലാത്ത വ്യക്തി ജീവിതങ്ങളെ കർത്താവെ ഒരുമിപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. പിള്ളേര് അനുസരണക്കേടായി ജീവിതം ഹല്ലേലൂയ മുന്നോട്ട് പോവുക. ഈ പുതിയ ജനറേഷനിൽ കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഒരു ദൈവം ഭയം വരാൻ വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ വിടുതലായിക്കണമേ കർത്താവെ. നീ നല്ല പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കർത്താവെ സർക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരെ മാനിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സൽബുദ്ധി കൊടുക്കണമേ കർത്താവെ. നല്ല ന്യായം ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ കർത്താവെ നല്ല ബുദ്ധി കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എത്രയോ പേര് കർത്താവെ, ഹല്ലേലൂയ, എത്രയും പേര് കർത്താവെ ഈ ദിവസങ്ങൾ ഉപദ്രവം ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരുടെ മനസ്സിനെ മാറ്റണമേ കർത്താവെ. ഹല്ലേലൂയ. നീ നിന്റെ പൈതൽകളാ കർത്താവെ, വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി കർത്താവെ നീ സഹായിക്കണമേ. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹല്ലേലൂയ, अपने सताने वालों के लिए प्रार्थना करो. ഉപദ്രവിക്കുന്ന എല്ലാ ഉപദ്രവകാരിയെ കർത്താവെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ ഒരു നല്ല മനസ്സ് കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന കർത്താവെ എല്ലാം പ്രശ്നത്തിന് ഹല്ലേലൂയ കർത്താവെ പ്രശ്നം ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർ ഒരു കാരണവശാലും ഇനി പ്രശ്നം ചെയ്യാൻ ഇടയാകരുത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ അവരുടെ നല്ല മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം തന്നെ കർത്താവെ നീ പ്രവർത്തിച്ചനാ സ്തോത്രം കർത്താവെ. പിന്നെ കർത്താവെ ഈ കർത്താവെ ഹല്ലേലൂയ ഈ ആസാദി ടിവിയെ ഏൽപ്പിക്കുന്നു. ഈ ആസാദി ടിവി ലോകത്തിൽ മൊത്തം പോകുന്നുണ്ടല്ലോ കർത്താവെ. ഓരോരോ വീട്ടിലും ഓരോരോ കുടിലിൽ ഇത് പോയി ഹല്ലേലൂയ നിന്റെ നാമം മഹത്വമാകാൻ ഇടയാകട്ടെ. ജനം കർത്താവെ ഈ ആസാദി ടിവി കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം വരട്ടെ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി കർത്താവെ ഇനിയും ഹല്ലേലൂയ ഈ ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇനി ഇതിന്റെ വ്യൂവേഴ്സ് കൂടട്ടെ. ഇനി കർത്താവെ ഇതിന്റെ എന്തോ എക്വിപ്മെന്റ് വേണം, എന്തോ ആവശ്യങ്ങളുണ്ട് കർത്താവെ, അതെല്ലാം സ്വർഗത്തിൽ നിന്ന് നീ നൽകി കൊടുക്കണമേ. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായ നന്ദി. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ അഭിഷിക്തൻ ഫിന്നിയും അത് സഹോദരിയും ഏൽപ്പിക്കുന്ന അവരുടെ പിള്ളേരെയും അവരുടെ എത്ര ടീമുണ്ട്, ഫാക്കൽറ്റി ഉണ്ട്, എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവെ മാനിക്കണമേ കർത്താവെ. എന്നെ ഇത്രത്തോളം നീ ഇവിടെ വരെ കൊണ്ടുവന്ന് സഹായിച്ച് ഇനിയും കർത്താവെ നിന്നെ നാമം മഹത്വം ചെയ്യാൻ നീ ഇടയാക്കണമേ. മാനം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ലെനിൻ പാസ്റ്ററിന് മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ, ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച്. ശരിയല്ലെങ്കിലും എനിക്ക് തോന്നുന്നു മനസ്സിലായി. നന്നായിട്ടിരുന്നു പാസ്റ്റർ, ഒരു കുഴപ്പവും വന്നില്ല, എല്ലാം നന്നായിട്ടിരുന്നു. താങ്ക് യു, താങ്ക് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.